സർവഗുരുഭ്യോ നമഃ. ഗജാനനം ഭൂതഗണാധിസേവിതം കപിത്ഥജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. യാ കുന്ദേന്ദുതുഷാരഹാരധവള യാ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരാ യാ ശ്വേതപദ്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിഭിः ദേവൈः സദാ പൂജിതാ സാ മാം പാതു സരസ്വതി ഭഗവതി നിശ്ശേഷജാഡ്യാപഹ. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു കൃഷ്ണം നമസ്യേ സദാ കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃത് കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ കൃഷ്ണസ്യ ദാസോസ്മ്യഹം കൃഷ്ണേ ഭക്തി അചഞ്ചലാസ്തു ഭഗവൻ ഹേ കൃഷ്ണ തുഭ്യം നമഃ. ജന്മാദ്യസ്യേതോന്വയാദിതരതശ്ചാർത്തേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയ തേജോ വാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. മനോരഥോ മദീയോയം സഫലഃ സർവഥാ ത്വയാ നിർവിഘ്നേനൈവ കർത്തവ്യഃ ദാസോഹം തവ കേശവ. ശുഗരൂപപ്രബോധജ്ഞ സർവശാസ്ത്രവിശാരദ ഏതത് കഥാപ്രകാശേന മദജ്ഞാനം വിനാശയ. സംപൂജ്യരായ സന്യാസി ശ്രേഷ്ഠന്മാർക്കും അഭിവന്ദ്യരായ ബഹുമാന്യരായ പൂജിതരായ ഗുരുഭൂതന്മാർക്കും എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ സാദര പ്രണാമം. ഈ പുണ്യമായ നൈമിഷാരണ്യത്തിൽ പവിത്രമായ ഈ വേദിയിൽ ഇന്നെനിക്ക് പറയാൻ ലഭിച്ചിരിക്കുന്ന വിഷയം വ്യാസനാരദ സംവാദം ആണ്. ശ്രീമദ് ഭാഗവതത്തിൽ പ്രഥമസ്കന്ധത്തിൽ 4, 5, 6 അധ്യായങ്ങൾ ഉൾക്കൊള്ളുന്ന കഥാഭാഗമാണ് ഈ വ്യാസനാരദ സംവാദം. ഈ ബൃഹത്തായ വിഷയത്തെക്കുറിച്ചൊരു പ്രഭാഷണം നടത്താനോ തത്വപ്രവചനം നടത്താനോ ഉള്ള പാണ്ഡിത്യമോ പ്രാഗൽഭ്യമോ ഒന്നും എനിക്കില്ല. എങ്കിലും ഭഗവത് പ്രസാദം ഉണ്ടെങ്കിൽ എല്ലാം നടക്കുമെന്നൊരു വിശ്വാസം. കിമലഭ്യം ഭവതി പ്രസന്നേ ശ്രീനികേതനേ. ആ ശ്രീനികേതനായിരിക്കുന്ന ഭഗവാൻ പ്രസാദിക്കുകയാണെങ്കിൽ എന്താണ് നമുക്ക് സാധിക്കാത്തത്? ആ ഒരു ഉത്തമ വിശ്വാസത്തോടെ ഭഗവത് പാതാരവിന്ദങ്ങളിൽ എല്ലാം അർപ്പിച്ചുകൊണ്ട് തുടങ്ങാം. ഈ ഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് സാധാരണ ഒരു ഗ്രന്ഥമല്ല, ഉത്തമ സർവശ്രേഷ്ഠമായിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഭാഗവതം എന്ന് പറയുന്നത്. എന്താണ് ഭാഗവതം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം തന്നെ ഒന്ന് ആലോചിക്കാം. ഭഗവതഃ ഇദം ഒരർത്ഥം. എന്താണ് ഭഗവതഃ ഇതെന്ന് വെച്ചാൽ ഭഗവാന്റേത്. ഏതൊരു ശാസ്ത്രമാണോ നമുക്ക് ഭഗവാനെ കാണിച്ചു തരുന്നത് അതാണ് ഭാഗവതം. മറ്റൊരർത്ഥം ഭഗവതഃ അയം. ഏതൊരു വ്യക്തി ഭഗവാന്റേതായിത്തീരുന്നുവോ അതും ഭാഗവതം എന്ന് വെച്ചാൽ ഭഗവത് ഭക്തൻ. അപ്പോൾ ഭാഗവതം ഭഗവത് ഭക്തൻ എന്നൊരർത്ഥം. പിന്നെ ഭാഗവതം എന്നുള്ള അക്ഷരങ്ങളിൽ ഓരോ അക്ഷരങ്ങൾ ഭാ എന്ന് വെച്ചാൽ ശോഭ, ആ പ്രകാശ സ്വരൂപമായിരിക്കുന്ന ജ്ഞാനസ്വരൂപനായിരിക്കുന്ന ഭഗവാൻ എന്നർത്ഥം ഒന്ന്. ഗ എന്ന വാക്കിന് ഗം എന്ന ധാതു ഉണ്ടായിട്ടുള്ളതാണ് ഗമിക്കുക, പ്രാപിക്കുക, എത്തുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഭഗവാനിലേക്ക് എത്തുക എന്നർത്ഥം. അതിന് എത്താൻ എന്താ വഴി? അതിന് വ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വരം, ശ്രേഷ്ഠം, ശ്രേഷ്ഠമായിരിക്കുന്ന ത എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് തരണം ചെയ്യാനുള്ളത് എന്നാണ്. അപ്പോൾ ഭഗവാനിലേക്ക് എത്തിക്കാനുള്ള ശ്രേഷ്ഠമായ തരണം ചെയ്യാനുള്ളത് തോണി ആണ്. അപ്പോൾ എന്താണ് ഒരു തോണിയുടെ ആവശ്യം ഭഗവാനിലേക്ക് എത്താൻ? ഭഗവാൻ ജീവേസ്മിൻ പ്രതിബിംബദോ വിവശിവാൻ ജീവോപി നൈവാപര
എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ പ്രതിബിംബ രൂപേണ വിലസുന്നുണ്ട് എങ്കിലും ആരും ആ ഭഗവാനെ ശരിക്കും കാണുന്നില്ല. ഭഗവാൻ നമ്മളിൽ നിന്ന് കുറെ അകലെയാണെന്നാണ് എല്ലാവരെയും തോന്നല്. എന്താണ് അതിന് കാരണം? ഈ സംസാരം എന്ന് പറയുന്നത്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ സുഖദുഃഖങ്ങൾ അടങ്ങിയിരിക്കുന്ന ജനിക്കുക, ജീവിക്കുക, മരിക്കുക എന്നിങ്ങനെയുള്ള ആ സുഖജീവിത ദുഃഖങ്ങൾ അടങ്ങിയിട്ടുള്ള ജീവിതമാണ് ഈ സംസാരം എന്ന് പറയുന്നത്. ആ സംസാരത്തിൽ കിടന്ന് ഉഴലുന്നുകൊണ്ടാണ് ഭഗവാന്റെ അടുത്തേക്ക് എത്താൻ ഇത്ര ബുദ്ധിമുട്ട്. അപ്പോൾ ആ സംസാര സമുദ്രത്തെ തരണം ചെയ്യാനായിട്ടുള്ള ഉത്തമമായ ശ്രേഷ്ഠമായ തോണിയാണ് ഭാഗവതം നൃത്തം. അപ്പോൾ ഭാഗവതത്തിന് ഇത്രയും വിശിഷ്ടമായിട്ടുള്ള പല പല അർത്ഥങ്ങളുണ്ട്. എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ആ ഭാഗവതം എന്താണ് അതിൻ്റെ പ്രത്യേകത? ശ്രീമദ് ഭാഗവതാഖ്യോയം പ്രത്യക്ഷ കൃഷ്ണയേവ ഹി സ്വീകൃതോസി മയാ നാഥ മുക്തിയർത്ഥം ഭവസാഗരേ. ഈ ഭവസാഗരാണ്, സംസാര സാഗരത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് ഈ പ്രത്യക്ഷ കൃഷ്ണനാണ് ഭാഗവതമായിട്ട്. ആ ഭാഗവതം എന്ന് പറയുന്നത് പ്രത്യക്ഷ കൃഷ്ണൻ. അപ്പോൾ ആ തോണി കടത്താനുള്ള തോണി ആരാ? തോണിക്കാരൻ ആരാണ്? പ്രത്യക്ഷ കൃഷ്ണൻ തന്നെ എന്നർത്ഥം. അപ്പോൾ സംസാര സമുദ്രത്തെ തരണം ചെയ്യാനാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. നൈമിശാരണത്തിൽ, വേദഭൂമിയായ നൈമിശാരണത്തിൽ നമ്മുടെ വ്യാസൻ നാരദ സംവാദമാണ് പറയേണ്ടത്. അപ്പോൾ ആ നൈമിശാരണത്തിൽ ധാരാളം മുനിമാർ, 8800 ചില്ലാൻ മുനിമാരുണ്ടായിരുന്നു എന്നാണ് അറിഞ്ഞിരിക്കുന്നത്. ആ മുനിമാരിൽ ശൗനകൻ ആണ് ആദ്യത്തെ പേര്. അതുകൊണ്ട് ശൗനകാദി മഹർഷിമാരെന്ന് പറയുന്നു. ആ ശൗനകാദി മഹർഷിമാരൊക്കെ കൂടിയിട്ട് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു സത്രം ആരംഭിക്കുകയുണ്ടായി. അപ്പോൾ അതിൽ അവരുടെ ഒരു ഗുരുവായിട്ട് അവർ കണക്കാക്കിയത് രോമഹർഷന്റെ പുത്രനായ ഉഗ്രശ്രവസ് എന്ന് പേരുള്ള അദ്ദേഹത്തെ സൂതൻ എന്ന് വിളിക്കുന്നു. ആ സൂതനെയാണ് അവർ ആചാര്യനെ പോലെ കരുതുന്നത്. ആ ആചാര്യനോട് ഈ ശൗനകാദി മഹർഷിമാരെ ഈ കലികാലത്തു നിന്നൊക്കെ മോചനം നേടാൻ എന്താണ് അറിയേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അവർ കുറേ ചോദ്യങ്ങൾ ചോദിച്ചു ആ ഈ ശൗനകാദി മഹർഷിമാരെ സൂതനോട്. സൂത മഹാഭാഗ വദ നോ വദദംബര കഥാം ഭാഗവതീം പുണ്യം യഗാഹ ഭഗവാൻ ശുകഃ. ഹേ ശൗനകാ മഹാഭാഗനായിട്ടുള്ള സൂത, വാഗ്മികളിൽ വെച്ച് അതിശ്രേഷ്ഠനായിരിക്കുന്ന ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞതും പുണ്യം വർദ്ധിക്കുന്നതുമായ ആ ഭാഗവത കഥ നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. പിന്നെയും ചോദിക്കുകയാണ് അവർ, ഏതു യുഗത്തില് എവിടെ വെച്ച് എന്ത് കാരണത്താലാണ് ഈ ഭാഗവത സംഹിത ഉണ്ടായത്? ഈ ഭാഗവതം എന്ന് പറഞ്ഞ ഗ്രന്ഥം ഉണ്ടാവണമല്ലോ. എങ്ങനെയാണ് ഈ ഗ്രന്ഥം ഉണ്ടായത്? ആരുടെ പ്രേരണ കൊണ്ട്, എന്ത് കാരണം കൊണ്ടുമാണ് വേദവ്യാസ ഋഷി ഈ വേദസംഹിതയായിരിക്കുന്ന വേദത്തിൻ്റെ തത്വം ഉൾക്കൊള്ളുന്ന ഈ മഹാഭാഗവതം രചിച്ചത് എന്തുകൊണ്ടാണ്? ഇനി അദ്ദേഹത്തിൻ്റെ പുത്രനാണ് ശ്രീശുക ബ്രഹ്മർഷി. ഈ ശ്രീശുക ബ്രഹ്മർഷിയുടെ പ്രത്യേകത എന്താ? അദ്ദേഹം സർവസംഗ പരിത്യാഗിയാണ്. മാത്രമല്ല മായാനിദ്രയിൽ ഉണർന്നവനാണ്. അദ്ദേഹത്തിന് ഒന്നിലും ഭേദമില്ലാത്തവനാണ്, ഭേദചിന്താഗതി ഇല്ലാത്തവനാണ്. അങ്ങനെ സർവസംഗ പരിത്യാഗിയായിട്ട്, ഭേദചിന്താഹീനനായിട്ട്, മായാമുക്തനായിട്ട്, ആത്മാരാമനായിട്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. ദിഗംബരനാണ് അദ്ദേഹം. അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പിന്നാലെ വേദവ്യാസ മഹർഷി പുത്രനെ വിളിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു കാഴ്ച കാണുകയാണ്. ദേവസ്ത്രീകൾ കുളിക്കുണ്ടായിരുന്നു. ഒരു കുളത്തിലെ ജലക്രീഡ നടത്തുന്ന ദേവസ്ത്രീകൾ ഈ ശുഗബ്രഹ്മർഷി മുമ്പേ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. പിന്നാലെ വേദവ്യാസൻ വേണ്ട കൂടി വന്നവരെല്ലാവരും ഓരോ വസ്ത്രം എടുത്തങ്ങോട്ട് ധരിക്കുകയാണ്. അപ്പോൾ വ്യാസൻ അത്ഭുതമായി ചോദിച്ചു, എന്താ നിങ്ങൾ എൻ്റെ പുത്രൻ മുമ്പേ പോയപ്പോൾ നിങ്ങളാരും വസ്ത്രം എടുത്ത് ഉടുത്തില്ലല്ലോ, എന്തുകൊണ്ടാണ് ഞാൻ വന്നപ്പോൾ നിങ്ങൾ വസ്ത്രം എടുത്ത് ഉടുത്തത്? അപ്പോൾ പറയാണ്, അങ്ങയ്ക്ക് സ്ത്രീ പുരുഷ ഭേദമുണ്ട് മനസ്സിൽ, എന്നാൽ ശുഗബ്രഹ്മർഷിയാകട്ടെ എല്ലാം ഭേദഹീനനാണ്. പരംപുരുഷനെ മനസ്സിൽ കണ്ട് ആത്മാരാമനായിട്ട് സഞ്ചരിക്കുന്ന ആളാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് വസ്ത്രം ധരിക്കാൻ തോന്നിയില്ല. കാരണം അദ്ദേഹം ഞങ്ങളെ ശ്രദ്ധിക്കണമെന്നില്ല. അങ്ങ് നിങ്ങൾ ശ്രദ്ധിച്ചു, അതുകൊണ്ട് ആ സ്ത്രീ പുരുഷ ഭേദമുള്ളത് കൊണ്ടാണ് അങ്ങനെ ആയത് എന്ന് ആ ദേവസ്ത്രീകൾ പറയണം. അങ്ങനെ ആ കലിയുഗ ആ സൂത മഹർഷിയോട് ശൗനകാദി മഹർഷിമാർ ചോദിച്ച ചോദ്യത്തിൽ ഏത് യുഗത്തിലാണ് ഈ മഹാഭാഗവതം ഉണ്ടായതെന്നാണ് ആദ്യം ചോദിച്ചത്. അപ്പോൾ ഏത് യുഗത്തിലാണ്? ഇപ്പം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം എന്നാണ് യുഗങ്ങൾ. അത് ഒരിക്കൽ ഉണ്ടായാൽ പിന്നെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ മൂന്നാമത്തെ പരിവർത്തനത്തിലെ ദ്വാപരയുഗത്തിൻ്റെ ആദ്യത്തിൽ ഉപരിചരൻ എന്നു പേരുള്ള അദ്ദേഹത്തിന് വേറൊരു പേരുണ്ട്, വസു. ഉപരിചരൻ എന്ന് പേരുണ്ട്, വസു എന്ന രാജാവാണ്. ആ ഉപരിചരൻ എന്നുകൂടി പേരുള്ള വസു എന്ന രാജാവിൻ്റെ പുത്രിയായ
വാസവി ആണ്. വാസവിക്ക് സത്യവതി എന്നുകൂടി പേരുണ്ട്. ആ വാസവിയിൽ പരാശര മഹർഷിക്ക് ജനിച്ച ഭഗവാന്റെ അംശമായി അവതരിച്ചവനാണ് ആളാണ് വേദവ്യാസ ഋഷി എന്ന് പറയുന്നത്. ആ വേദവ്യാസ ഋഷി ഭാഗവതം രചിക്കാനുള്ള കാരണമാണല്ലോ ചോദിക്കുന്നത്, ഏത് സ്ഥലത്ത് വെച്ചാണെന്നാണ്. ഈ വേദവ്യാസ ഋഷിക്ക് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ജ്ഞാനിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ഭാവികളെക്കുറിച്ചൊക്കെ നന്നായിട്ട് ധ്യാനം കൊണ്ട് അറിയാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള അദ്ദേഹം മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഈ ജനങ്ങൾക്ക് എന്താണ് ഈ കലികാലം, ഓരോ ഇങ്ങനെ കാലം കഴിയും തോറും ധർമ്മം ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ്. നമുക്കറിയാൻ കഴിയില്ല ഈ കാലത്തിൻ്റെ വേഗത. ആ വേഗത കൊണ്ട് ധർമ്മം ഇങ്ങനെ ക്ഷയിച്ച് വരികയാണ്. ജനങ്ങൾക്കാകട്ടെ ആയുസ് കുറഞ്ഞു വരികയാണ്, ബുദ്ധിയും കുറവ്. അവരവർക്ക് വേണ്ടുന്ന ആത്മത്തിന് വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കണമെന്ന് താല്പര്യവുമില്ല ഈ ഇന്നത്തെ ആ ജനങ്ങൾക്ക്. അതുകൊണ്ട് ഇവരെ ഒന്ന് ഉയർത്താൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ആലോചിച്ചു, ധ്യാനിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയെന്ത്, ചാതുർഹോത്രം കർമ്മശുദ്ധം ജനാനാം വീക്ഷ്യ വൈദികം വ്യദധാത് വേദമേകം ചതുർധ. എന്ത് ചെയ്തു അദ്ദേഹം? വേദം ഈ വ്യദധാത് യജ്ഞസന്ധി വേദമേകം ചതുർവിധം. അദ്ദേഹം എന്ത് ചെയ്തു? യജ്ഞങ്ങളൊക്കെ ചെയ്യുന്ന വേദ തത്വങ്ങൾ, ഈ ഒന്നായി കിടന്നിരുന്ന വേദത്തെ ചാതുർഹോത്രം എന്ന് പറഞ്ഞൊരു കർമ്മമുണ്ട്, ഋത്തിക്കുകൾ അനുഷ്ഠിക്കുന്നതാണ്. ബ്രഹ്മാവ്, അധ്വർയു, ആഗ്നീദ്രൻ, ഹോതാവ് മുതലായിട്ടുള്ള ഋത്തിക്കുകൾ അനുഷ്ഠിക്കുന്ന ഒരു വൈദിക കർമ്മമാണ് ചാതുർഹോത്രം. ഈ ചാതുർഹോത്രം ജനങ്ങളെ പരിശുദ്ധരാക്കും എന്ന് അദ്ദേഹം മനസ്സുകൊണ്ട് ധ്യാനിച്ചപ്പോൾ അറിഞ്ഞു. അതുകൊണ്ട് അദ്ദേഹം എന്തു ചെയ്തു? ആ ചാതുർഹോത്ര തത്വത്തെ ഒന്നായിട്ടായിരുന്നു വേദങ്ങൾ അന്നുണ്ടായിരുന്നു. ഒന്നായി കിടന്ന വേദങ്ങളെ ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നിങ്ങനെ 4 വേദങ്ങളായിട്ട് അദ്ദേഹം തിരിച്ചു. ആ ഋഗ്വേദ, യജുർവേദ, സാമവേദ, അഥർവ വേദങ്ങളെയൊക്കെ ഓരോരോ ശിഷ്യന്മാരെയും പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, സുമന്തു മുതലായ ക്രമത്തിൽ ഓരോ വേദങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരും അവരെ കുറേ ശിഷ്യന്മാരെ പഠിച്ചു. അങ്ങനെ വേദശാഖകൾ ഇങ്ങനെ വർദ്ധിച്ചു വന്നു. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി, ഈ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന തത്വങ്ങൾ, അല്ലെങ്കിൽ അതിൽ പറഞ്ഞിരിക്കുന്ന മാർഗങ്ങൾ, കർമ്മമാർഗങ്ങളൊക്കെ സ്ത്രീകൾക്കോ ശൂദ്രന്മാർക്കോ ബ്രാഹ്മണരിൽ അധമന്മാരായിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഗ്രഹിക്കാനോ അത് വേണ്ട പോലെ പ്രവർത്തിക്കാനോ കഴിയില്ല. അതുകൊണ്ട് അവർക്ക് ഒരു ഉന്നതി ഉണ്ടാവാൻ വേണ്ടിയിട്ട് അവർ ആ കർമ്മത്തിൽ നിരതരാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം വേദശാസ്ത്രങ്ങൾ ഉൾക്കൊള്ളുന്ന അതിബൃഹത്തായിരിക്കുന്ന മഹാഭാരതം രചിച്ചു. മഹത്വാ ഭാരവത്വാച്ച മഹാഭാരതം ഉച്ചതേന. അതീവ ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവത്ഗീത തത്വം ഉൾക്കൊള്ളുന്നതാണ്, സഹസ്രനാമം ഉൾക്കൊള്ളുന്നതാണ്, ഈ തത്വോപദേശങ്ങൾ അടങ്ങിയതാണ്. എങ്കിലും ആ മഹാഭാരതത്തെ വേദത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർന്നുകൊണ്ട് 5ാമത്തെ വേദം എന്ന് മഹാഭാരതത്തെ വിളിക്കുന്നു. അതും പോരാതെ പിന്നെ അദ്ദേഹം അതും എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലായില്ലെങ്കിലോ 17 പുരാണങ്ങൾ അദ്ദേഹം രചിച്ചു. ഈ മഹാഭാരതവും 17 പുരാണങ്ങളും 4 വേദങ്ങളൊക്കെ രചിച്ചിട്ടും ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സ്വസ്ഥത, ഒരു സമാധാനവും കിട്ടുന്നില്ല. എപ്പോഴും ഒരു എന്തോ ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ ആലോചിച്ചു, ഞാൻ ഈ ജനങ്ങളുടെ അഭ്യുദയത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും എന്താണ് എൻ്റെ മനസ്സിൽ? ബ്രഹ്മചര്യനിഷ്ഠനായിരിക്കുന്ന ഞാൻ ധൃതവ്രതേനഹിമയ എന്നാണ് പറഞ്ഞത്. ശന്താംസി ഗുരവോ അഗ്നയ മാനിത നിർവ്യളീകേന ഗൃഹീതം ജാനുശാസനം. ബ്രഹ്മചര്യ ദീക്ഷ അനുഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേദങ്ങൾ, ഗുരുനാഥന്മാർ, അഗ്നികൾ ഇവരൊക്കെ വേണ്ട പോലെ പൂജിച്ചിട്ടുണ്ട്. മാത്രമല്ല ഗുരുബോധന്മാരെ ആജ്ഞകളും ഞാൻ അനുസരിച്ചിട്ടുണ്ട്. എന്നിട്ടോ ഈ വേദധർമ്മങ്ങൾ പ്രതിപാദിക്കാത്തത് കൊണ്ടാണോ സജ്ജനങ്ങൾക്ക്, ഈ സത്വഗുണപ്രധാനികളായിട്ടുള്ള പരമഹംസന്മാർക്ക് പൊതുവേ ധർമാദി തത്വങ്ങളാണ് കൂടുതൽ ഇഷ്ടപ്പെടുക, ഭഗവാനും അത് തന്നെയാണ് ഇഷ്ടമുണ്ടാവുക. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് വർണ്ണിക്കാത്തത് കൊണ്ടാണോ എൻ്റെ മനസ്സിന് സന്തോഷമില്ലാത്ത, സമാധാനമില്ലാത്ത, അസ്വസ്ഥതയുള്ളത് എന്നിങ്ങനെ ചിന്തിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഭഗവാന് പ്രത്യേകതയുണ്ട്. ഭാവഗ്രാഹി എന്നാണ് ഭഗവാനെ പറയുക. ഭാവം, ഓരോരുത്തരുടെ ഉള്ളിലെയും ഭാവങ്ങൾ ഗ്രഹിക്കാൻ കഴിവുള്ള ആളാണ് ഭഗവാൻ. അതാ ആ വേദവ്യാസന്റെ ദുഃഖം തീർക്കാനായിട്ട് ഭഗവാന്റെ പ്രചോദനം കൊണ്ട് തന്നെയാണ് നാരദ മഹർഷിയോടേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ഈ നാരദ മഹർഷി പല സ്ഥലത്തും ഇതുപോലെ ചെന്നിട്ടുണ്ട്. ആ ധ്രുവൻ അമ്മയുടെ വാക്ക് കേട്ട് തപസ് ചെയ്യാനായിട്ട് ഇങ്ങനെ പുറപ്പെട്ടപ്പോൾ തപസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയില്ല, ഭഗവാന്റെ രൂപം എന്താണെന്നറിയില്ല, ഭഗവത് കീർത്തനങ്ങൾ എന്താണെന്നറിയില്ല, ഇതൊന്നും അറിയാത്ത
അറിയാത്ത ആ ധ്രുവന് ഉപദേശിച്ചു കൊടുക്കാൻ ഭഗവാന്റെ ഒരു ഇതിൽ നാരദ മഹർഷി മുമ്പിൽ എത്തിച്ചേർന്നു. നാരദൻ ഉപദേശിച്ച മാർഗത്തിലാണ് ധ്രുവൻ പോയത്. അതേപോലെ തന്നെ ഹിരണ്യകശിപുവിന്റെ തപസ് കാലത്ത് ഗർഭിണിയായ കയാധുവിനെ ദേവേന്ദ്രൻ ബലമായി പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ആ കയാധുവിനെ നാരദൻ മോചിപ്പിച്ചു കൊണ്ടേ തൻ്റെ ആശ്രമത്തിൽ താമസിച്ചിട്ട് ആ കുട്ടിയെ ഉദ്ദേശിച്ച് ധർമ്മതത്വോപദേശം നടത്തി. ഇങ്ങനെ ഇതൊക്കെ ഭഗവത് പ്രേരണയാണ്. എല്ലാം നടക്കുന്നത് ഭഗവത് പ്രേരണ കൊണ്ടാണ്. നാരദ മഹർഷിയോടെ വന്നു. ആ നാരദ മഹർഷിയോടെ ഇങ്ങനെ വന്നപ്പോൾ പ്രത്യുത്തായ ആഗതം മുനിം, അദ്ദേഹം എന്ത് ചെയ്തു? മുനിയോടെ നാരദ മഹർഷി വന്നപ്പോൾ ആ നാരദനെ വിധിവത് പൂജയാമാസ വിധിവത് നാരദം സുരപൂജിതം, ദേവന്മാര് പോലും പൂജിക്കുന്നവനായ ബഹുമാനിക്കുന്നവനായ നാരദ മഹർഷിയെ വേദവ്യാസ ഋഷി എതിരേറ്റു. നോക്കൂ, ആദിത്യ മര്യാദ. ഇദ്ദേഹം ജ്ഞാനിയാണ്, എന്തെല്ലാം ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ച് അറിവുണ്ട്. എന്നിട്ടും തൻ്റെ ആശ്രമത്തിലേക്ക് വന്നിരിക്കുന്ന അദ്ദേഹത്തെ ബഹുമാനപൂർവ്വം എതിരേറ്റ് അർഘ്യപാദ്യാദികളെ കൊണ്ട് സൽക്കരിച്ച് അദ്ദേഹത്തെ അവിടെ കൊണ്ടിരുന്നു. അടുത്ത് തന്നെ വേദവ്യാസനും ഇരുന്നു. അപ്പോൾ കീർത്തിമാനാണ്, വീണാധാരിയാണ്, ഭഗവൻ നാമങ്ങൾ കീർത്തിച്ച് എല്ലായിടത്തും നടക്കുന്നവനാണ് ഈ നാരദ മഹർഷി വേദവ്യാസനെ നോക്കിയിട്ട് പുഞ്ചിരിച്ചിട്ട് പറയാണ്, ഹേ മഹർഷേ, അങ്ങയുടെ മുഖത്താകെ ഒരു അസ്വസ്ഥത, ഒരു പ്രയാസം കാണുന്നുണ്ടല്ലോ. അങ്ങ് ധാരാളം തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന മഹാഭാരതം രചിച്ചിട്ടുണ്ടല്ലോ, ബ്രഹ്മജ്ഞാനിയാണ് അങ്ങ്, തത്വങ്ങളും അങ്ങൾക്കറിയാവുന്നതാണ്, ഭഗവാനെക്കുറിച്ച് നല്ലപോലെ മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എന്താ അങ്ങയുടെ മുഖത്ത് ഇത്രയൊരു പ്രസാദം ഇല്ലായ്മ എന്ന് ചോദിച്ചു. അപ്പോൾ വേദവ്യാസൻ പറയാണ്, അസ്ത്യേവമേ സർവമിതം ത്വയോക്തം, അങ്ങ് പറഞ്ഞതൊക്കെ എനിക്കുണ്ട് എന്നുള്ളത് ശരി തന്നെ. തഥാപിനാത്മാ പരിതുഷ്യതേ മേ, എൻ്റെ ആത്മാവ് എന്നിട്ടും സന്തോഷിക്കുന്നില്ല. അതുകൊണ്ട് അങ്ങ് ഈ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഭഗവത് കീർത്തനങ്ങളും പാടി സൂര്യനെ പോലെയും ചന്ദ്രനെ പോലെയും ഓരോരുത്തരുടെ ഉള്ളിലും പ്രവേശിച്ച് യോഗം കൊണ്ട് ഓരോരുത്തരുടെ ഉള്ളിലും പ്രവേശിച്ച് അവരുടെ മനോഗതി മനസ്സിലാക്കാൻ കഴിവുള്ളവനാണല്ലോ അങ്ങ്. അതുകൊണ്ട് എൻ്റെ അസ്വസ്ഥത അസ്പഷ്ടമാണ്, എനിക്ക് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. അതുകൊണ്ട് അസ്പഷ്ടമായിരിക്കുന്ന എൻ്റെ ഈ ന്യൂനതയ്ക്ക്, ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് അങ്ങൊന്ന് പറയൂ. എനിക്ക് പറഞ്ഞു തന്നാലും എനിക്ക് സ്വയം അറിയണില്ല എന്ന് മനസ്സിലാക്കി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നാരദ മഹർഷി പറയാണ്, അങ്ങ് എഴുതിയിരിക്കുന്ന ഗ്രന്ഥമുണ്ടല്ലോ ശ്രേഷ്ഠം തന്നെയാണ്, പക്ഷേ അതിലൊന്നിലും വാസുദേവനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടില്ല. ആരാണ് വാസുദേവൻ? വസുദേവരുടെ പുത്രൻ. വസുദേവപുത്രൻ എന്ന് മാത്രമല്ല, വാസുദേവൻ എന്ന് പറഞ്ഞാൽ വസു എന്ന് വെച്ചാൽ സമ്പത്ത്, ദ്രവ്യം, ധനം എന്നൊക്കെ അർത്ഥമുണ്ട്. ഈ പ്രപഞ്ചത്തിലെ സകല സമ്പത്തിൻ്റെയും സകല വസ്തുവിൻ്റെയും ഉടമസ്ഥനാണ് ഭഗവാൻ. മാത്രമല്ല വസുക്കളെ കൊണ്ട് ദേവനം ചെയ്യുന്നവെന്നർത്ഥമുണ്ട്. വസു എന്ന് വെച്ചാൽ മായ എന്നർത്ഥമുണ്ട്. മായ കൊണ്ട് ക്രീഡിക്കുന്നവനാണ് ഭഗവാൻ. അപ്പോൾ ആ മായാമയനായ, മായാക്രീഡിതനായ, മായ കൊണ്ട് കളിക്കുന്നവനായ ആ വാസുദേവൻ്റെ ചരിത്രത്തെയോ വാസുദേവൻ്റെ ലീലകളെയോ വാസുദേവൻ്റെ കഥകളെയോ അങ്ങ് ഈ 17 പുരാണങ്ങളിലോ മഹാഭാരതത്തിലോ ഒന്നും രചിച്ചിട്ടില്ല. അതാണ് അങ്ങ് ചെയ്യേണ്ടത് എന്ന് പറയാണ്. എന്താണ്? തദ്വചിത്രപദം ഹരേർയശോ ജഗത് പവിത്രം പ്രഗൃണീതകർഹിചിത് തദ്വായസം തീർത്ഥമുശന്തി മാനസ നത്ര ഹംസ നിരമന്തു ശിക്ഷയാ. എന്താണ് പറയണത്? വിശിഷ്ടപദമായിട്ടുള്ള ധാരാളം വിശിഷ്ട പദങ്ങളൊക്കെ പ്രയോഗിച്ചിട്ടുണ്ട് അങ്ങയുടെ ശാസ്ത്രങ്ങളിൽ. എങ്കിലും ശ്രേഷ്ഠ നല്ല നല്ല പദങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കാവ്യം എഴുതിയിട്ടുണ്ടെങ്കിലും അതിലൊന്നിലും ലോകസൃഷ്ടി സംഹാരങ്ങൾ നടത്തുന്നവനായ, ജനങ്ങളുടെ ദുഃഖങ്ങൾ അകറ്റുന്നവനായ ആ ഭഗവാന്റെ നാമങ്ങൾ പ്രകീർത്തിക്കാത്ത വാക്ക് തുച്ഛമായ വിഷയസുഖങ്ങളിൽ ഇച്ഛയുള്ള രജോഗുണ പ്രധാനികളെ ഇഷ്ടപ്പെടുകയുള്ളൂ. ഭഗവൻ നാമങ്ങൾ ഇല്ലാത്ത ഗ്രന്ഥങ്ങൾ പൊതുവെ സാധാരണക്കാർക്ക് ഭക്തി ഇല്ലാത്തവർക്കൊന്നും ഇഷ്ടമുണ്ടാവില്ല. പരമഹംസന്മാർക്ക് ആ ഗ്രന്ഥം ഇഷ്ടപ്പെടുകയില്ല. ഈ അരയന്നങ്ങൾക്കൊരു സ്വഭാവമുണ്ട്. അരയന്നങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ മാനസ സരസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ മാനസ സരസിലെ താമരയുടെ ഉള്ളിലുള്ള താമര ഷണ്ടങ്ങൾ ഭക്ഷിച്ച് ജീവിക്കുക സന്തുഷ്ടരായിട്ട്. നല്ല തെളിഞ്ഞ വെള്ളമാണ് അവിടെ ഉള്ളത്. അങ്ങനെയാണ് അരയന്നങ്ങൾ. ആ അരയന്നങ്ങളെ പോലെയാണ് സജ്ജനങ്ങൾ എന്നർത്ഥം. അപ്പോൾ ഈ അങ്ങ് രചിച്ച ഗ്രന്ഥത്തിൽ ഭഗവൻ നാമങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത് ഏതുപോലെ എന്നാ പറയണത്? തദ്വായസം തീർത്ഥമുശന്തി, അതിനെ കാക്കകൾക്ക് കുളിക്കാനുള്ള പൊട്ടക്കുളത്തിന് തുല്യമാണ്. ഭഗവൻ നാമങ്ങൾ ഉണ്ടെങ്കിലേ അത് ശ്രേഷ്ഠമാവുള്ളൂ, അല്ലാത്തത് വെറും പൊട്ടക്കുളത്തിന് തുല്യമാണ്. അങ്ങനത്തെ പൊട്ടക്കുളത്തിൽ ഈ സജ്ജനങ്ങളായിരിക്കുന്ന ഈ അരയന്നങ്ങൾ ശുദ്ധലത്തിൽ കുളിക്കുന്നത് പോലെ സജ്ജനങ്ങൾ ഭഗവൻ നാമങ്ങളുടെ ഗ്രന്ഥങ്ങളിലെ ശ്രദ്ധ വയ്ക്കുള്ളൂ എന്ന് പറയണം.
പറയാണ് സങ്കീർത്യമാനോ ഭഗവാനനന്ദ ശ്രുതാനുഭാവോ വ്യസനം ഹി പുംസാം പ്രവിശ്യ ചിത്തം വിധുനോത്യശേഷം യഥാതമോർക്കഭ്രമിവാദിവാതഃ. എന്താണ് കീർത്തനം ചെയ്യണമെന്ന് പറയാൻ കാരണം, ഈ ഭഗവാൻ അനന്ത ഗുണവാനാണ്. എത്രയാണ് ഭഗവാന്റെ ഗുണങ്ങൾ നമുക്ക് പറയാൻ സാധിക്കില്ല. ഭഗവാൻ അനന്തഹാണ്. അനന്ത ഗുണവാനായിരിക്കുന്ന ആ ഭഗവാന്റെ നാമങ്ങള് കീർത്തനം ചെയ്തു എന്നാൽ ആ കീർത്തനം കൊണ്ട് തന്നെ ഓരോരുത്തരുടെ ഉള്ളിലും പ്രവേശിച്ചിട്ട് ആ ഓരോരുത്തരുള്ള മാലിന്യങ്ങളെ എപ്രകാരമാണ് ഇരുട്ടിനെ സൂര്യൻ ഇല്ലാതാക്കുന്നത്, എപ്രകാരമാണോ കൊടുങ്കാറ്റ് വന്ന് കാർമേഘങ്ങളെ മാറ്റി അവിടെ ശുദ്ധമാക്കുന്നത്, അതുപോലെ ഓരോരുത്തരുടെയും മനസ്സിലെ സകല പാപങ്ങളും നീക്കി പരിശുദ്ധമാക്കി തീർക്കുന്ന മഹത്വമുള്ളതാണ് നാമസങ്കീർത്തനം എന്ന് പറയണം. അപ്പൊ എന്താ അതിന്റെ പ്രത്യേകത? നൃണാമ ബുദ്ധ്യാഭിമുകുന്ദ കീർത്തനം ദഹത്യഘൗകാൻ മഹിമാസ്യ താദൃശ. അറിയാതെ പോലും ഭഗവത്നാമം ജപിച്ചാൽ മതി. നമ്മൾ പുസ്തകം നോക്കി അതിൻ്റെ വലിയ വലിയ ശ്രേഷ്ഠമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ വായിച്ചു കൊള്ളണമെന്നൊന്നുമില്ല. അറിയാതെ ഭഗവത്നാമം ജപിച്ചാൽ മതി, പാപം തീരുന്ന പറയുന്നത്. അതിന് ഉദാഹരണം നമ്മൾ അജാമിളന്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. മകന്റെ പേര് വിളിച്ചിട്ടാണ് മകനെ വിളിച്ചത്, പക്ഷേ ഭഗവാനാണ് അവിടെ വന്നത് എന്നർത്ഥം. അത്ര വാത്സല്യമുള്ള ആളാണ് ഭഗവാനി. ആ ഭഗവാനെ സ്തുതിക്കണ്ടേ നമ്മൾ എന്നാണ് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണത്? ഈ അഗ്നി എപ്രകാരമാണ് വിറകിനെ ദഹിപ്പിക്കുക? രോഗം വന്നാൽ രോഗി മരുന്ന് കഴിച്ചാൽ എങ്ങനെയാ രോഗം മാറുക? രോഗിക്ക് മരുന്നിന്റെ പേരറിഞ്ഞോളന്നില്ല, എന്നാലും രോഗം മാറും. അതുപോലെ അറിയാതെ പോലും ഭഗവാന്റെ നാമങ്ങൾ ജപിച്ചാൽ ആ ആളുടെ ഉള്ളിലെ എല്ലാ പാപത്തെ മാത്രമല്ല പാപവാസനയെ പോലും ഇല്ലാതാക്കാൻ കഴിയുള്ളതാണ് ഭഗവൻ നാമങ്ങൾ. ഇതിന് ഭാഗവത്തിലെ അവസാനത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട്, പതിതസ്കലിതശ്ചാർത്ത ക്ഷുത്വാ വിവശോ ബ്രുവൻ ഹരയേ നമയിത്യുച്ഛേ മുച്യതേ സർവപാതകാത്. സ്ഖലിതനാണ്, കാലിടറിയിട്ടോ അല്ലെങ്കിൽ വർത്തമാനം പറയാൻ പറ്റാത്തതിൽ അതിവിവശനായിട്ടോ പിന്നെ ഇടർച്ചയോടുകൂടിയിട്ടോ എങ്ങനെയാണെങ്കിലും ഭഗവാനെ ഒന്നും ഇങ്ങനെ വിളിച്ചാൽ മതി. കണ്ടില്ല ഓരോരുത്തരെയും ഇങ്ങനെ വിളിച്ച കഥകൾ നമുക്ക് ഭാവത്തിൽ കുറേയുണ്ട്. പാഞ്ചാലി ഓരോരുത്തരും അങ്ങനെ ഇടറിയിട്ടാണെങ്കിലും ചുമച്ച് വർത്തമാനം പറയാൻ പറ്റാതെ ക്ഷുത്വാന്ന് വിവശ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഭഗവൻ നാമം ജപിച്ചിട്ടുണ്ടെങ്കിൽ ഹരയേ നമ, ഹരി എന്നുള്ള വാക്കിന് തന്നെ സകല പാപങ്ങളും ഹരിക്കുന്നവെന്നർത്ഥം. അപ്പോൾ ആ ഹരിയെ വിളിച്ചിട്ട് നമ്മൾ ജപിക്കുകയാണെങ്കിൽ സകല പാപങ്ങളും ഇല്ലാതാക്കി തീർക്കാൻ കഴിയും നാമത്തിന്. അതുകൊണ്ട് ആ ഭഗവൻ നാമങ്ങളാണ്, ആ ഭഗവത് കഥകളാണ് ഹേ മഹർഷേ, മഹാഭാഗനായ മഹർഷേ അങ്ങ് എഴുതി വെക്കേണ്ടത്, അങ്ങ് എഴുതേണ്ടത് അതാണ്. ആ തത്വങ്ങളാണ് പറയേണ്ടത് എന്ന് പറയണം. പിന്നെന്താണ് പറഞ്ഞത്? തദ്വാഗ്വിസർഗോ ജനദാഘ വിപ്ലവോ യസ്മിൻ പ്രതിശ്ലോകമബദ്ധവത്യപി നാമാന്യനന്തസ്യ യശോങ്കിതാനി യദ് ശൃണ്വന്തി ഗായന്തി ഗൃണന്തി സാധവ. ഇനിയിപ്പോ അബദ്ധം പറഞ്ഞാലും അബദ്ധങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ എഴുതിയതിൽ അക്ഷരത്തെറ്റോ ഒക്കെ ഉണ്ടായി എന്ന് വരാമെന്നർത്ഥം. അപ്പോൾ അബദ്ധങ്ങൾ ഉണ്ടായാലും അത് നമ്മൾക്ക് അറിയാലോ. സഹസ്രനാമം ചെല്ലുമ്പോൾ ഒരിക്കൽ മരപ്രഭു എന്ന് വായിച്ചു, അമരപ്രഭു എന്ന് പറയുന്ന മരപ്രഭു എന്ന് വായിച്ചു ഒരാൾ. അപ്പോൾ അറിവുള്ള പണ്ഡിതനായിട്ടുള്ള ഒരാൾ മരപ്രഭു അല്ലടോ അമരപ്രഭുവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ എന്താ പറഞ്ഞത്? ഞാൻ മരപ്രഭുവാണ് അമരപ്രഭുവാണ് എന്ന്. അതാണ് പറയേണ്ടത്. എന്ത് നാമങ്ങൾ എന്ത് തെറ്റുണ്ടായാലും അബദ്ധങ്ങളോ തെറ്റുകുറ്റങ്ങളോ ഉണ്ടായാലും ഏതൊരു വാക്കില് ഭഗവാന്റെ മഹത്വം ഭഗവാന്റെ യശസ് വ്യക്തമാക്കുന്നുണ്ടോ അത് ജനസമൂഹത്തിന്റെ പാപങ്ങളെ ഇല്ലാതാക്കും എന്ന് പറഞ്ഞു. പിന്നെ പറയാണ് നൈഷ്കർമ്യമാപ്യ അച്യുതഭാവവർദ്ധിതം ന ശോഭതേ ജ്ഞാനമലം നിരഞ്ജനം പുനഃശശ്വത ഭദ്രമീശ്വരേ നചാപ്യ കർമ്മം യദപ്യകാരണം. എന്താണ് പറയണത്? നൈഷ്കർമ്യമാപ്യ അച്യുതഭാവവർജിതം. അച്യുതം എന്ന് വെച്ചാൽ ഒരിക്കലും ച്യുതിയില്ലാത്തവനാണ്, നാശമില്ലാത്തവനാണ്. അവ്യയനായിരിക്കുന്ന ആ ഭഗവാന്റെ നാമങ്ങൾ ഇല്ലാതെ, ആ ഭഗവത് ഭക്തി ഇല്ലാതെ ആത്മജ്ഞാനമില്ലാതാക്കുന്ന ജ്ഞാനം പോലും ശോഭിക്കില്ല എന്നാണ് പറഞ്ഞത്. ജ്ഞാനമുണ്ടെങ്കിൽ ആ ജ്ഞാനമുള്ളായിരിക്കുന്ന ജ്ഞാനി ശരിക്കും എന്ത് വേണം? ഭഗവത് ഭക്തി ഉള്ളവനാവണം. ഞാൻ വലിയ പണ്ഡിതനാണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. പാണ്ഡിത്യം മാത്രം പോരാ, ഭഗവത് ഭക്തി ഉണ്ടാവണം എന്ന് പറയണം.
അപ്പോൾ ഈ അജ്ഞാനത്തെ ഇല്ലാതാക്കുക, ജ്ഞാനം ഭഗവത് ഭക്തി ഇല്ലാച്ച ശോഭിക്കില്ല എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അമംഗളായിരിക്കുന്ന കർമ്മങ്ങൾ, നമ്മൾ നിത്യേന ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ എന്താ ശോഭിക്കുമോ? ഒരിക്കലും ഇല്ല, അതൊക്കെ ശൂന്യം തന്നെയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്താണ് ഹേ മഹാഭാഗ, അങ്ങ് യഥാർത്ഥ ദൃഷ്ടിയോടും നിർമ്മല കീർത്തിയോടും സത്വശുദ്ധിയോടും കൂടിയിട്ട് ഈ ജനങ്ങളുടെ പാപം ഇല്ലാതാക്കുന്നതിന്, ജനങ്ങളുടെ ബന്ധന മുക്തിക്ക് വേണ്ടിയിട്ട് എഴുതൂ, രചിക്കൂ എന്ന് പറഞ്ഞു. അപ്പം എന്താണ് ഈ ബന്ധനം എന്ന് പറഞ്ഞാൽ? നാനാത്വ ബോധമാണ് ബന്ധനം എന്ന് പറയുന്നത്. ബന്ധനം എന്ന് വെച്ചാൽ കെട്ടിയിടുന്നത്. നമ്മളെവിടെ കെട്ടിയിടുക? സംഘമാണ്. ധ്യായതോ വിഷയാൻ പുംസ, വിഷയസുഖങ്ങളാണ്. ഇന്ദ്രിയങ്ങളെ കൊണ്ട് ഈ ജ്ഞാനേന്ദ്രിയങ്ങളാകുന്ന 5 ഈ കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി മുതലായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അനുഭവിക്കാവുന്ന സുഖങ്ങളിൽ മുഴുകാണ് സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും. അങ്ങനെ ആ വിഷയസുഖങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ സംഘസ്തേഷൂപജായതേ, ആ മനുഷ്യന് എന്തുണ്ടാവുന്നു? അതിൽ സംഘം വർദ്ധിക്കുന്നു. എന്നുവെച്ചാൽ ഒരു ഇഷ്ടപ്പെട്ടൊരു കാഴ്ച കണ്ടു വെച്ചാൽ അതിൽ തന്നെ കാണണം കാണണം കാണണം, ആഗ്രഹം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടാണ് സംഘം എന്ന് വെച്ചാൽ. എത്രത്തോളം അതിലേക്ക് മുഴുകാൻ തോന്നുന്നതാണ് സംഘം. സംഘ സഞ്ജായതേ കാമ, ഈ സംഘത്തിൽ നമുക്ക് ഓരോരുത്തർക്കും എന്തുണ്ടാകുന്നു? ആഗ്രഹങ്ങൾ, മോഹങ്ങൾ, കാമം ഉണ്ടാകുന്നു. കാമം ആഗ്രഹങ്ങളാണ്. ഈ ആഗ്രഹങ്ങൾ നമ്മൾക്ക് സാധിക്കാതെ വന്നാലോ ക്രോധോ വിജായതേ, ഈ കാമത്തിൽ നമുക്ക് ക്രോധം ഉണ്ടായിത്തീരുന്നു. ക്രോധം വന്നാലോ പിന്നെ കണ്ണു കാണില്ല. ക്രോധാദ്ഭവതി സമ്മോഹ, നമുക്ക് മോഹം ഉണ്ടാവുന്നു. എന്താ മോഹം എന്ന് വെച്ചാൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ, അവിവേകം എന്നർത്ഥം. വേർതിരിച്ചറിയാനുള്ള ഇതൊക്കെ ഇല്ലാതെയാവും ക്രോധം വരുമ്പോൾ എന്നർത്ഥം. ആ സമ്മോഹ സ്മൃതി വിഭ്രമ, ആ അവിവേകം ഉണ്ടായാലോ അതിൽ നമുക്ക് ഓർമ്മ, എന്തിനാ ഞാൻ വന്ന് ആ ഓർമ്മക്കുറവ് ഉണ്ടായിത്തീരുന്നു. സ്മൃതി ഭ്രംശാൽ ബുദ്ധിനാശോ, അപ്പൊ ബുദ്ധിയും നശിക്കും. സ്മൃതി പോയാൽ ബുദ്ധി നശിക്കും. ബുദ്ധിനാശാത് പ്രണശ്യതി, ബുദ്ധി നശിച്ചാൽ പിന്നെ ആള് നശിക്കും. എന്താ അപ്പൊ പറഞ്ഞതിന്റെ കാരണം? വിഷയസുഖങ്ങൾക്ക് പിന്നാലെ പോയാലുള്ള അവസ്ഥയാണ് ഇപ്പൊ പറഞ്ഞത്, നമ്മൾ നശിക്കുകയുള്ളൂ എന്ന്. അപ്പോൾ വിഷയസുഖങ്ങളൊക്കെ അനുഭവിക്കണം. എങ്ങനെ വേണം? നിസ്സംഗ, ഒന്നും എനിക്ക് വേണ്ടിയല്ല, ഒക്കെ ഭഗവാന് വേണ്ടിയാന്ന് വിചാരിച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യാതിരിക്കണമല്ലോ, എല്ലാം നമ്മൾ ചെയ്യണം, ഒക്കെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്താൽ മതി എന്നാണ് അതിൻ്റെ ആ പറഞ്ഞതിൻ്റെ പൊരുൾ. അപ്പോൾ ഈ അഷ്ടാവക്ര ഗീതയിൽ പറഞ്ഞിട്ടുള്ളൊരു വാക്യം, മുക്തി വിച്ഛന്തി ചേത്താത വിഷയാൻ വിഷവത് ത്യജ, വിഷയസുഖങ്ങൾ വിഷമാണെന്ന് കരുതിയിട്ട് നീ ഉപേക്ഷിക്കണം. അത് വിഷം നമ്മൾ സാധാരണ കുടിക്കില്ലോ, വിഷം കഴിച്ചാൽ മരിക്കും. അതുകൊണ്ട് ആ വിഷം പോലെ കരുതേണ്ടതാണ് ഈ വിഷയസുഖങ്ങൾ, നമ്മുടെ ഇന്ദ്രിയ സുഖങ്ങൾ. അത് എത്രയായാലും നമുക്ക് തീരില്ല, മോഹം തീരില്ല. യയാദിയുടെ ചരിതം നമുക്കറിയാം. വിഷയസുഖങ്ങളിൽ മുഴുകി 1000 വർഷം ജീവിച്ചിട്ടും സുഖം മതിയായി എന്ന് തോന്നിയില്ല അദ്ദേഹത്തിന്. അതാണ് ഈ വിഷയസുഖത്തിൻ്റെ പ്രത്യേകത. അങ്ങനെ പിന്നെയോ എന്ത് ചെയ്യണം? ക്ഷമാർജവ ദയാതോഷ സത്യം പീയൂഷവത് ഭജ. ഒന്ന് വിഷവത് ത്യജ, മറ്റത് പീയൂഷവത് ഭജ എന്ന്. അപ്പൊ കാമക്രോധ ലോഭ മോഹ മത മാത്സര്യാദികളാണ് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നത്. ബന്ധനത്തിന് കാരണം ആ ബന്ധനമില്ലാതിരിക്കാൻ ശമോദമ തപ ശൗചം ക്ഷാന്തി ആർജവം സത്യം ദയ മുതലായിട്ടുള്ള ഭൂതേഷു ദയ, ഭൂതദയ, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ വളർത്തണം. അങ്ങനെ വളർത്തിയാൽ നമുക്ക് ഈ ബന്ധനത്തിൽ നിന്ന് മുക്തനാകാം. ഇപ്പം എങ്ങനെയാണ് നമുക്കിത് ഉണ്ടാകുന്നത്? ഗുണങ്ങളാണ് നമ്മളെ ബന്ധിപ്പിക്കുന്നത്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നിങ്ങനെ ഗുണങ്ങളാണ് നമ്മളെ ഓരോരുത്തരും ഇവിടെ ബന്ധിപ്പിക്കുന്നത്. എന്താ സത്വഗുണത്തിൻ്റെ പ്രത്യേകത? സത്വം നിർമ്മലത്വാ പ്രകാശകമനാമയം സുഖസംഗേന ബധ്നാതി ജ്ഞാനസംഗേന ചാനഘ. ഈ സത്വഗുണം, ഈ ശമോദമ തപ ശൗച മുതലുള്ള സത്വഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ടായാൽ നിർമ്മലമായിരിക്കും മനസ്സ്, പ്രകാശപൂർണമായിരിക്കും, പ്രസാദമായിരിക്കും അവരുടെ മുഖത്ത് എന്നർത്ഥം. പ്രസാദേ സർവ്വദുഃഖാനാം ഹാനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മനസ്സിൽ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സ് എപ്പോഴും, മുഖം എപ്പോഴും പ്രസന്നമായിട്ടിരിക്കും എന്നർത്ഥം. അങ്ങനെ ഈ പ്രസാദത്തോടു കൂടിയിട്ടുള്ള ആള് സുഖസംഗേന ബധ്നാതി, അപ്പോഴും അവിടെ ബന്ധനമുണ്ട്. സുഖം എന്താ? മനസ്സുഖം, സ്വസ്ഥത, സമാധാനം എന്നിങ്ങനെയുള്ള സുഖമുണ്ട്. ജ്ഞാനം, ആ അറിവും ഉണ്ടാവുന്നു. ജ്ഞാനം സുഖം നമ്മളെ ബന്ധിപ്പിക്കുന്ന വസ്തുവാണ്. ഇനി
രജോ ഗുണം എന്ന് പറഞ്ഞതോ രജോ രാഗാത്മകം വിദ്ധി തൃഷ്ണാ സംഘസമുദ്ഭവം. രജസ് എന്ന് പറയുന്നത് രാഗമാണ്. നമുക്ക് ഓരോരോ മോഹങ്ങൾ, തൃഷ്ണ, ആഗ്രഹങ്ങൾ, കൊതി ഇങ്ങനെ ഉണ്ടാക്കുന്ന അതാണ് ആ സംഘമാണ് നമുക്ക് ഉണ്ടാക്കി തരുക. അപ്പം രജോ ഗുണം കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കുന്നു? ആഗ്രഹങ്ങൾ വർദ്ധിച്ച് 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 അതിൻ്റെ പിന്നാലെ എന്താഗ്രഹങ്ങൾ? എല്ലാവരും വിചാരം പണം ഉണ്ടാക്കണം, വലിയ വീട് കയറ്റണം, കുടുംബജീവിതം നയിക്കണം, അങ്ങനെ വലിയ വലിയ ചിന്തകളാണ്. സൈക്കിൾ വാങ്ങിച്ചാൽ, സ്കൂട്ടർ വാങ്ങിക്കണം, കാറ് വാങ്ങിക്കണം, അങ്ങനെയുള്ള മോഹങ്ങൾ ഇങ്ങനെ വർദ്ധിച്ച് 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 വരും. അതാണ് രജോ ഗുണത്തിൻ്റെ പ്രത്യേകത. ഈ തമോ ഗുണമാകട്ടെ അജ്ഞാനജം വിദ്ധി, അത് അജ്ഞാനം കൊണ്ടുണ്ടാവുന്നതാണ്. അതെന്താ ലക്ഷണം? പ്രമാദം, ആലസ്യം, നിദ്ര. ഒന്നിലും ശ്രദ്ധ ഉണ്ടാവില്ല, ആലസ്യം ഉണ്ടാവും, പിന്നെ ഉറക്കം തൂങ്ങിയിട്ടിരിക്കും, ഒരു കാര്യം ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. എന്ത് ചെയ്യാൻ? നാളെ ആവാം, അല്ലെങ്കിൽ മറ്റന്നാളാവാം, ഇനി സമയമുണ്ടല്ലോ, ഇങ്ങനെ വിചാരിച്ച് നീട്ടി 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 കൊണ്ടുപോയി അലസതയായിട്ട് ജീവിക്കുന്നതാണ് തമോ ഗുണം. എന്താ ഇനിയിപ്പോൾ ഈ ഗുണത്തിൻ്റെ ഇത് പറയാൻ കാരണം? ഈ സത്വഗുണത്തിലിരിക്കുന്ന എല്ലാവരിലും ഉണ്ട് ഈ ഗുണം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എല്ലാവരും ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ കൂടുതൽ സത്വഗുണം ആരിൽ ഉൾക്കൊള്ളുന്നുണ്ടോ? അതാണ് നമ്മൾ നോക്കുക. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? തമോ ഗുണത്തെ അവിടെ ഇല്ലാതാക്കുക, അതിനങ്ങോട്ട് വേണ്ടാന്ന് വെക്കുക. ഒരു രജോ ഗുണത്തെ കുറയ്ക്കുക. പെട്ടെന്ന് നമുക്കത് കുറയ്ക്കാൻ സാധിച്ചു എന്ന് വരില്ല. അങ്ങനെ കുറച്ച് 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 സത്വഗുണത്തെ വർദ്ധിപ്പിച്ച് വർദ്ധിച്ച് വർദ്ധിച്ച് വർദ്ധിപ്പിച്ച് കൊണ്ടുവരണം. അങ്ങനെ നമ്മുടെ മനസ്സിനെ പക്വത വന്ന് ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഗുണാതീതനാവാൻ ശ്രമിക്കണം എന്നർത്ഥം. അപ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും എന്താ? യം വാ വിസ്മരൻ ഭാവം ത്യജത്യന്തേ കളേവരം തം തമേ വൈദികൗന്ദേയ സദാ തദ്ഭാവഭാവിത. എന്താ പറയുന്നത്? ഓരോരുത്തരും എന്ത് ചിന്തിച്ചിട്ടാണോ ദേഹം ഉപേക്ഷിക്കുന്നത് അതേ രൂപത്തിലാണ് പിന്നെ ജനിക്കുക എന്ന്. ഭരതമുനി മാനെ ചിന്തിച്ചിട്ട് മാനായി ജനിച്ച കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ഈ സത്വഗുണം ഉയർച്ചയിലിരിക്കുന്ന സമയത്താണ് ഒരു ദേഹി മരിക്കുന്നതെങ്കിൽ അദ്ദേഹം പിന്നീട് ഈ സത്വഗുണത്തിൻ്റെ ആധിക്യത്താൽ ഉത്തമ കുലത്തിൽ അല്ലെങ്കിൽ ശ്രേഷ്ഠ കുലത്തിൽ ജനിച്ച് ഭഗവാനിലേക്ക് അടുത്തേക്ക് എത്താനുള്ള അവസരം ഉണ്ടാക്കി തീർക്കുന്നു. എന്നാൽ രജോഗുണ പ്രധാനിയാകട്ടെ കർമ്മസംഗീഷു ജായതേ, വീണ്ടും അതേ ജായതേ ഭൂയോ ഘടീയന്ത്രവത്സത, അങ്ങനെ വീണ്ടും വീണ്ടും കർമ്മസംഖ്യയായിട്ട് തൃഷ്ണകളിൽ മുഴുകി മുഴുകി ജീവിക്കേണ്ടതായിട്ട് വരും. തമോ ഗുണപ്രധാനികളായിരിക്കുന്ന ആൾക്കാരോ മൂഢയോനിഷു ജായതേ, മൂഢയോനിയായിട്ട് ജനിക്കേണ്ടി വരും. ബുദ്ധിയില്ലാത്ത, വിവേകമില്ലാത്ത, പുഴു, പഴുതാര, തേരട്ട, ആന, സിംഹം മുതലായിട്ടുള്ള മൂഢയോനികളായിട്ട് ജനിക്കേണ്ടി വരും. അതൊന്നും ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഈ തമോ ഗുണത്തെ വേണ്ടാന്ന് ഇങ്ങോട്ട് വെക്കുക, എന്നിട്ട് രജോ ഗുണത്തെ കുറയ്ക്കുക, സത്വഗുണത്തെ കൂട്ടി 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 ഈ ഗുണങ്ങളൊന്നും ഇല്ലാത്ത ഗുണാതീതനാവാൻ സാധിക്കുക എന്നർത്ഥം. ഇതാണ് ഈ ഗുണങ്ങളാണ് നമ്മളിവിടെ ബന്ധിപ്പിക്കുന്നത്. അപ്പം ഈ ബന്ധനത്തിന് മോചനമുണ്ടാൻ മുക്തി ഉണ്ടാവാനായിട്ട് സത്വഗുണം നമ്മൾ വളർത്തണം. ആ സത്വഗുണം വളർത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പം നമ്മൾ ഇത്രയൊക്കെ കേട്ടു. ഈ വേദവ്യാസനും നാരദ മഹർഷി എന്നുള്ള സംഭാഷണത്തിൽ നിന്ന് എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ട തത്വം? ഒരു തത്വമുണ്ടല്ലോ എന്തിലും. എന്താണ് തത്വം? ഗുരുവിൻ്റെ മഹത്വം. ഈ വേദവ്യാസ ഋഷിക്ക് തത്വോപദേശം ചെയ്യാനായിട്ട് വന്ന ഗുരു എന്താ ചെയ്തത്? ഇനിയിപ്പോൾ ഒന്നും എഴുതണ്ട, ധാരാളം ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടല്ലോ എന്ന് പറഞ്ഞു പോയില്ല. എന്താ ചെയ്തത്? ഭഗവത് കീർത്തനങ്ങൾ പാടൂ, അതിന് രചിക്കൂ, അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കൂ എന്ന് ഉപദേശം കൊടുത്തു. അപ്പം യഥാർത്ഥ ഗുരുവിൻ്റെ ലക്ഷണം എന്താ? ഗുരുർന സസ്യാത് സ്വജനോ ന സസ്യാത് പിതാ ന സസ്യാത് ജനനീ ന സാസ്യാത് ദൈവം ന തസ്യാത് ന പതിശ്ച സസ്യാത് ന മോചയേത് യഃ സമുപേത മൃത്യും. നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസം ചെല്ലും തോറും മരണത്തോടെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. കൃതാന്തൻ യമൻ എത്തുന്ന ദർദുരമുരത്തോടെ പിമ്പെ ഒരു സർപ്പം കണക്കെ. ഈ തവളയുടെ ദർദുരത്തിൻ്റെ പിന്നാലെ, തവള പിന്നാലെ പാമ്പ് പോകുന്ന പോലെ ഓരോ ദിവസവും നാം ഓരോരുത്തരും മരണത്തിനോട് ഇങ്ങനെ അടുത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉപേത മൃത്യും, ആ മരണത്തിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുന്ന അടുക്കുന്നവനായ ഒരാളെ ആ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ, മരണം ആർക്കും ഒഴിവാക്കാൻ സാധിക്കില്ല. കാരണം ജാതസ്യഹി ധ്രുവോ മൃത്യു എന്നാ പറഞ്ഞത്. ധ്രുവം ജന്മ മൃതസ്യ ച തസ്മാത് അപരിഹാര്യർത്ഥി, അത് പരിഹരിക്കാൻ പറ്റാത്തതാണ്. അപ്പം ജനിച്ചവന് മരണമുണ്ട്, പക്ഷെ മരണഭീതി ഇല്ലാതാക്കാൻ സാധിക്കും. മരണം ഒരു ഭയമല്ല. മരിക്കുക എന്ന് വെച്ചാൽ എല്ലാവർക്കും ഭയമാണ്. ആ മരണത്തെ തരണം ചെയ്യാൻ, മരിക്കുക എന്നുള്ള ആ ഖേദത്തിൽ നിന്ന്, ആ ഭയത്തിൽ നിന്ന് അതിനെ തരണം ചെയ്യാനുള്ള കഴിവ് ഉണ്ടാക്കി കൊടുക്കുന്ന ജ്ഞാനം പകർന്നു കൊടുക്കലാണ് യഥാർത്ഥ ഗുരുവിൻ്റെ കടമ എന്ന് പറയണം. അപ്പോൾ ധാരാളം ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട്. ഇന്നത്തെ കുട്ടികളായാലും എല്ലാവരും ശാസ്ത്രങ്ങൾ പഠിക്കുന്നുണ്ട്. ഈ പഠിക്കുന്നതോടൊപ്പം
ഇത്തരത്തിലുള്ള സതുപദേശങ്ങളും. കാരണം നമ്മുടെ ജീവിതമൊക്കെ ക്ഷണപ്രഭാ ചഞ്ചലം, ഇടിമിന്നൽ പോലെ പെട്ടെന്ന് ഇല്ലാതാവുന്നതാണ്. അല്ലെങ്കിൽ ഈ വെള്ളത്തിലെ പോള പോലെ നശിക്കാവുന്ന. എപ്പോഴാണ് അത് നശിച്ചു പോകാൻ നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആ ജീവിതത്തിൽ നിന്ന് നമുക്ക് പരമാത്മാവായിരിക്കുന്ന ഭഗവാനിലേക്ക് എത്തിച്ചേരണം ഓരോരുത്തരും എന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കാത്ത ഗുരുവല്ല. സ്വന്തം ജനങ്ങൾ, ബന്ധുക്കളല്ല. അച്ഛനമ്മമാരും മക്കൾക്ക് വേണ്ട എല്ലാ സകല സൗകര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷെ അവൻ ഇത്തരത്തിലുള്ള സതുപദേശങ്ങൾ കൊടുക്കാഞ്ഞാൽ ആ അച്ഛനല്ല, ആ അമ്മയല്ല, ദൈവമല്ല, ഭർത്താവല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നാം എന്ത് മനസ്സിലാക്കണം? നാം ഓരോരുത്തരും നമ്മൾക്കറിയാവുന്ന നമ്മുടെ മക്കളായാലും മറ്റു കുട്ടികളായാലും സ്വന്തക്കാരായാലും എല്ലാവർക്കും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് നാം ഓരോരുത്തരും ഭഗവാനിലേക്ക് അടുക്കാനാണ് ശ്രദ്ധിക്കേണ്ടത്. മരണത്തോടടുക്കും തോറും ഭഗവാന്റെ അടുത്തേക്ക് എത്താനുള്ള, ആ മൃത്യുവിനെ തരണം ചെയ്യാനുള്ള ശക്തി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം എന്ന് ആണ് ഈ ഗുരു ഉപദേശം. അപ്പോൾ ഒരു ഗുരു എങ്ങനെയാവണം എന്നാണ് വ്യാസനാരദ സംവാദത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു തത്വം. പിന്നെ ഈ വേദവ്യാസ ഋഷി ഇതൊക്കെ പറഞ്ഞതിന് ശേഷം നാരദ മഹർഷിയുടെ പൂർവ്വകഥ പറയാണ്. നാരദ മഹർഷി പണ്ട് ഈ ചാതുർമാസം മഴക്കാലത്ത് ഒരു സ്ഥലത്ത് ഒരുമിച്ചിരുന്ന് ഭഗവത് ഭജനത്തിന് വേണ്ടി ചാതുർമാസം അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് കുറെ യോഗിമാര് ഒരാശ്രമത്തിൽ താമസിക്കാനായിട്ട് വന്നു. ആ ആശ്രമത്തിൽ അവർക്ക് വേണ്ട സേവനങ്ങളൊക്കെ ചെയ്തു കൊടുത്തിരുന്ന ഒരു ആളായിരുന്നു, ഒരു ദാസിയായിരുന്നു. ആ ദാസിയുടെ മകനായിട്ടാണ് എൻ്റെ പൂർവ്വജന്മം. ഞാൻ ഒരു ദാസിയുടെ പുത്രനായിട്ടാണ് ജനിച്ചിരുന്നത്. അപ്പോൾ ദാസീപുത്രനാവുമ്പോൾ അച്ഛനാരാണെന്ന് അറിയണില്ല. ദാസീപുത്രനായിട്ടുള്ള ആ കുട്ടി പക്ഷേ ഈ യോഗിമാര് കാണിക്കുന്ന ആ പൂജാതി കർമ്മങ്ങളും അവരുടെ നിത്യകർമ്മ അനുഷ്ഠാനങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിൽ അറിയാതെ ആ ഭക്തി അല്ലെങ്കിൽ അവർ ചെയ്യുന്നതൊക്കെ കാണിക്കാനുള്ളൊരു പ്രേരണ മനസ്സിൽ വന്നു. ദാസിയുടെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കും. ഈ കുട്ടിക്ക് വെറും 5 വയസ്സ് പ്രായമുള്ള കഥയാണ് ഈ പറയുന്നത്. 5 വയസ്സായിട്ടുള്ളൂ ആ കുട്ടിക്ക്. അങ്ങനെ ഈ കുട്ടിയുടെ ഭക്തി, ഈ കുട്ടിയുടെ പെരുമാറ്റങ്ങളൊക്കെ കണ്ടപ്പോൾ ഈ യോഗീശ്വരന്മാർക്ക് സന്തോഷമായി. ഇങ്ങനെ ഒരു കുട്ടിക്ക് ചെറുപ്പത്തിൽ, സാധാരണ കുട്ടികൾ കളിപ്പാട്ടങ്ങളിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികളുടെ കൂടെ കളിക്കാനോ ഇതിനൊക്കെ താല്പര്യം ഉണ്ടാവുക. അതൊന്നുമില്ല. ആ വക മോഹങ്ങളൊന്നും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല എന്ന് പറയണം. ഭഗവത് ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ സജ്ജനങ്ങളുടെ, ഈ യോഗിമാരുടെ കൂട്ടുകാരണം എന്നർത്ഥം. അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇദ്ദേഹത്തിന് തോന്നി, ഇവരൊക്കെ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കണ്ട് അവർ കഴിക്കുന്ന ആ ഭക്ഷണത്തിൻ്റെ ഒരു അംശം അവർ കഴിച്ചതിന് ശേഷം ആ ഉച്ചിഷ്ടം അവരുടെ അനുവാദത്തോടുകൂടി തന്നെ ഈ കുട്ടി കഴിച്ചു. ആ ഭക്ഷണം കഴിച്ചോട് കൂടിയിട്ട് മനസ്സാകെ പരിശുദ്ധമായി തീർന്നു എന്നാണ് പറയുന്നത്. ആകെ ഒരു ഉണർവ്, ഒരു വിശുദ്ധത ആ കുട്ടിക്ക് തോന്നി. അപ്പോൾ ഈ മഹർഷിമാർ വേണച്ചിട്ട്, യോഗീശ്വരന്മാർ വേണച്ചിട്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അപ്പോൾ കൂടുതൽ ഭഗവത് ഭക്തി ആ കുട്ടിയുടെ മനസ്സിൽ ഉണർന്നു. അങ്ങനെ ചാതുർമാസം കഴിഞ്ഞു. അവർ തിരിച്ചു പോകുന്ന സമയത്ത് ഈ കുട്ടിക്ക് തത്വോപദേശം കൊടുത്തു, ഭഗവത് തത്വോപദേശം കൊടുത്തു. അങ്ങനെ ആ ഉപദേശത്തിനനുസരിച്ച് ഭഗവാനെ ധ്യാനിച്ചിട്ടാണ് ആ കുട്ടി ജീവിക്കുന്നത്. എന്നാൽ അവിടുന്ന് വിട്ടുപോകാൻ നിർത്തിയില്ല. കാരണം അമ്മയ്ക്ക് ഒരു മകനേ ഉള്ളൂ. അപ്പോൾ ഈ മഹർഷിമാർ പോയ ശേഷം അമ്മയും മകനും കൂടി ആ ആശ്രമത്തിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ കഴിയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു ദിവസം രാത്രി പശുവിനെ കറക്കാൻ പോയതാണ് അമ്മ. പാമ്പ് കടിച്ചു മരിച്ചു. അപ്പോൾ സാധാരണ കുട്ടി കരഞ്ഞു വിളിക്കും, എനിക്കിനി വേറെ ആരുമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഈ ഞാൻ മുജ്ജന്മത്തിലെ ഞാൻ എന്തു ചെയ്തു? ഇതും ഒരു ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് കരുതി ഭഗവത് കീർത്തനത്തിനും ഭഗവത് ഭജനത്തിനുമുള്ള ഒരു അവസരം ഭഗവാൻ ഉണ്ടാക്കി തന്നതാണെന്ന് കരുതിയിട്ട് ആ അമ്മയുടെ ഒരു അനുഗ്രഹമായിട്ട് വിചാരിച്ചു എന്നാണ് പറയുന്നത് നാരദൻ. അങ്ങനെ അത് കഴിഞ്ഞ് അമ്മ മരിച്ചതിന് ശേഷം ആ ആശ്രമത്തിൽ നിന്ന് പുറപ്പെട്ടു, വടക്കോട്ട് പുറപ്പെട്ട് പലത്തും സഞ്ചരിച്ച് ഭഗവത് ധ്യാനം ഇവർ പറഞ്ഞു കൊടുത്താൽ അതനുസരിച്ച് ഭഗവാനെ ധ്യാനിക്കും. അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു ഭഗവാനെ ധ്യാനിച്ചിരിക്കവേ ഭഗവാന്റെ ആ കോമള വിഗ്രഹം, പീതാംബരം കരവിരാജിത ശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം പാതാലയേശം. ആ ഭഗവാനെ മനസ്സിലെ ആ കോമള വിഗ്രഹം ആ നാരദൻ്റെ മനസ്സിലങ്ങോട്ട് നിറഞ്ഞു വന്നു. ആ കുട്ടിയായിരുന്ന നാരദൻ്റെ 5 വയസ്സ് പ്രായമുള്ള ആ മുൻജന്മത്തിലെ നാരദൻ്റെ മനസ്സിൽ വന്നു. സന്തോഷമായി. അങ്ങനെ പെട്ടെന്ന് ആ ഭഗവാനെ കാണാനായിട്ട് വീണ്ടും കണ്ണു തുറന്ന് വീണ്ടും ധ്യാനിച്ചു. കാണണില്ല. അപ്പോൾ ഒരു അശരീരികക്ക് ഒരു ശബ്ദം കേൾക്കുകയാണ്. ആളെ കാണണില്ല, ഒരു ശബ്ദം കേൾക്കുകയാണ്. ഹേ ഭഗവാന് ഈ ജന്മത്തിൽ എന്നെ കാണാൻ സാധിക്കില്ല. കാമാദി
മലങ്ങൾ മനസ്സിലുള്ളിടത്തോളം കാലം എന്നെ കാണാൻ ആർക്കും സാധിക്കില്ല. അതുകൊണ്ട് അടുത്ത ജന്മം ഇനി അടുത്ത എനിക്ക് തന്നെ എന്നെ ദർശിക്കാം. അതിന് മനസ്സിൽ ഉറച്ച ആ ഒരു ലക്ഷ്യം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ രൂപം കാണിച്ചു തന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നപ്പോൾ സാധാരണക്കാരൻ രജോ ഗുണപ്രധാനികൾക്കായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എന്ത് വിചാരിക്കും? അടുത്ത ജന്മം കാണാമെന്നല്ലേ പറഞ്ഞു, അപ്പോൾ ഇപ്പം എന്തിനാ ബുദ്ധിമുട്ടണം, അടുത്ത ജന്മം ആവാമെന്ന് വിചാരിക്കും. ഈ കുട്ടി അങ്ങനെ ചെയ്തില്ല. അങ്ങനെ മനസ്സിൽ വിചാരിച്ച് ഭഗവാൻ തന്നെ ധ്യാനിച്ച് 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 സത്കർമ്മങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ആ ജന്മം അങ്ങോട്ട് അവസാനിച്ചു. പിന്നീട് കുറേ കാലം കഴിഞ്ഞു. ഈ യുഗങ്ങളൊക്കെ മാറി മാറി വരും എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ 1000 ചതുർയുഗങ്ങൾ കഴിഞ്ഞു. ഓരോ 1000 ചതുർയുഗം കഴിഞ്ഞപ്പോൾ ആ ചതുർയുഗങ്ങൾ കഴിഞ്ഞാൽ ഈ യുഗങ്ങളിലൊക്കെ ജീവജാലങ്ങളൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞാൽ ബ്രഹ്മസൃഷ്ടിയൊക്കെ അവസാനിപ്പിച്ച് ഇവരൊക്കെ ഉറങ്ങാൻ കിടക്കും എന്നാണ് പറയുന്നത്. ആ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇവിടെ പ്രപഞ്ചത്തിൽ വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള കൽപ്പം എന്ന് അതിന് പറയാം. ആ കൽപ്പ പ്രളയത്തിന് ശേഷം അത്രയും എത്ര കാലം ബ്രഹ്മാവ് സൃഷ്ടി നടത്തിയിരുന്നുവോ അത്ര കാലം ഈ പ്രപഞ്ചം നിശ്ചലമായിട്ട് കിടക്കും എന്നാണ്. ആ കാലം അത് കഴിഞ്ഞ് വീണ്ടും ആവർത്തിച്ചു. ഈ കഥകളൊക്കെ വീണ്ടും ആവർത്തിക്കുകയാണ്. ഇപ്പോൾ യുഗങ്ങൾ വീണ്ടും വീണ്ടും വരും എന്ന് പറഞ്ഞ പോലെ അദ്ദേഹം ഉണർന്ന് സൃഷ്ടി നടത്താനായിട്ട് തുടങ്ങി. ഭഗവത് പ്രേരണ കൊണ്ട് ബ്രഹ്മാവ് ജനിച്ചതും അങ്ങനെയുള്ള കഥകളൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ ഭാഗത്തിൽ അത് വരുന്നില്ല. അതുകൊണ്ട് ആ ബ്രഹ്മാവ് ആദ്യം ഭഗവാന്റെ ആ നാഭിയിൽ നിന്ന് ഒരു കമലമുണ്ടായി, അതിൽ ബ്രഹ്മാവ് ജനിച്ചു. ആ ബ്രഹ്മാവ് പിന്നെ ഭഗവാൻ അനുഗ്രഹത്തോടുകൂടി തന്നെ തപസ് ചെയ്യുമെന്ന് ഭഗവാൻ പറഞ്ഞ് ഭഗവാന്റെ അനുഗ്രഹത്തോടു കൂടിയിട്ട് സൃഷ്ടി നടത്താനായിട്ട് തുടങ്ങി. അങ്ങനെ സൃഷ്ടി നടത്തിയപ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് മരീചി, അത്രി, അങ്കിരസ്, പുലസ്ത്യൻ, പുലഹൻ മുതലായ പല ഋഷിമാരും ജനിച്ചു. ഉത്സംഗത്തിൽ നിന്ന് ആ ഭഗവാന്റെ ബ്രഹ്മദേവന്റെ മടിയിൽ നിന്നാണ് ഞാൻ ജനിച്ചത്, നാരദൻ ജനിച്ചത് എന്ന് പറയണം. അപ്പോൾ ആ നാരദൻ്റെ ആ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് ഉള്ള ആ ഭഗവത് ദർശനത്തിൻ്റെ ഫലം സിദ്ധിച്ചത് പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് സിദ്ധിച്ചത്. അങ്ങനെ ആ ഭഗവത് ദർശനം സിദ്ധിച്ച് ഇപ്പോൾ ഞാൻ ഭഗവത് കീർത്തനങ്ങളും പാടി ലോകം മുഴുവൻ ഇങ്ങനെ ഒരാളും എതിർക്കാതെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭഗവത് കീർത്തനങ്ങൾക്ക് പ്രാധാന്യമുണ്ട് എന്ന് പറയണം. ഈ നാരദൻ്റെ പൂർവ്വകഥ ഈ കേട്ടതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാകുന്നത്? നമുക്ക് മനസ്സിലാകുന്ന അതിൻ്റെ തത്വം എന്താണ്? സജ്ജന സംസർഗത്തിൻ്റെ മഹത്വം. സജ്ജന സംസർഗം എന്ന് വെച്ചാൽ എന്താണ്? സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. എന്താ സജ്ജന സംസർഗം കൊണ്ട്? സജ്ജനങ്ങൾ എപ്പോഴും നല്ല കാര്യങ്ങളെ പറയുള്ളൂ. അവർ പറയുന്ന കഥകളോ അല്ലെങ്കിൽ നാമങ്ങളോ കീർത്തനങ്ങളോ എന്തൊക്കെയാ പറയുന്നത് അതൊക്കെ നല്ലതായിരിക്കും. അതാണ് സത്ത് എന്നുള്ള വാക്കിന് നല്ലതെന്നർത്ഥം. സത്തായിരിക്കുന്ന ജനങ്ങളാണ്, സദ്ഗുണങ്ങളുള്ളവരാണ് അവർ. അവരെ സംസർഗം കൊണ്ട് അവർ നമുക്ക് പറഞ്ഞു തരുന്ന അതൊക്കെ കേട്ട് 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 കുറേശ്ശെ സംഘം ഇല്ലാതാകും. സംഘം ഇല്ലാതാകുക വെച്ചാൽ ഒട്ടല്, ഞാൻ, മമതാബുദ്ധി, ഞാൻ എന്നും എൻ്റേതെന്നുമുള്ള മമതാബുദ്ധി ഇല്ലാതാവും. അപ്പം അതാണ് നിസ്സംഗത്വം. അങ്ങനെ നിസ്സംഗത്വേ നിർമോഹത്വം. ആ നിസ്സംഗം ഇല്ലാതെയായാലോ നിർമോഹത്വം, അജ്ഞാനം, അവിവേകം എന്ന് പറയുന്നത് ഇല്ലാതെയാകുന്നു, വിവേകബുദ്ധി ഉണ്ടാകുന്നു എന്നർത്ഥം. നിസ്സംഗത്വേ സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. ഈ നിർമോഹം വന്നാലോ വിവേകം സിദ്ധിച്ചാലോ നിശ്ചലതത്വം, വിവേകബുദ്ധി കൊണ്ട് ചിന്തിക്കും. ചിന്തിച്ചിട്ട് എന്താണ് ശ്രേയസ്കരമായിട്ടുള്ള ശ്രേയോ മാർഗം പ്രേയോ മാർഗം എന്ന് 2 മാർഗമുണ്ട് ഓരോ മനുഷ്യനും. ഈ ശ്രേയോ മാർഗം, ശ്രേയസ്സുള്ള മാർഗം, ഭഗവാനിലേക്ക് എത്തിച്ചേരാനുള്ള ആ ശ്രേയോ മാർഗം അറിയാനുള്ള കഴിവുണ്ടാകുന്നു ഈ നിർമോഹത്വത്തിൽ നിന്ന്. അങ്ങനെ ആ നിശ്ചലമായിരിക്കുന്ന ആ ഭഗവത് തത്വം മനസ്സിലായി കഴിഞ്ഞാലോ ജീവൻ മുക്തി, ജീവിച്ചിരിക്കേ മുക്തൻ. ആത്മാരാമെന്ന് പറഞ്ഞാൽ അതാണ്. എന്ത് നടന്നാലും, എന്ത് ചുറ്റുപാട് എന്ത് നടന്നാലും അറിയില്ല, ഭഗവൻ നിരതനായിട്ട് ജീവിക്കാൻ സാധിക്കും എന്നർത്ഥം. അതാണ് ഈ സജ്ജന സംസർഗത്തിൻ്റെ മഹത്വം. ഈ സജ്ജന സംസർഗങ്ങളുടെ എന്താണ് ഓരോരുത്തർക്കും ഉണ്ടാവുക? ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. അപ്പം എന്താണ് ഉണ്ടാവുക? ഭക്തി. സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ട് ഓരോരുത്തരുടെ ഉള്ളിലുണ്ടാവുന്നത് ഭക്തിയാണ് ഉണ്ടാവുക എന്നർത്ഥം. അതെങ്ങനെ? കേൾക്കുക.
പറയുന്ന സജ്ജനങ്ങൾ പറയുന്ന വാക്കുകൾ തന്നെ കേട്ട് 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 അത് മനസ്സിലിങ്ങനെ പതിയുമ്പോൾ നമുക്കും അറിയാതെ ഓരോരുത്തരും നല്ല കീർത്തനങ്ങൾ പാടുമ്പോൾ അറിയാതെ നമ്മളും കീർത്തനം ചെയ്തു പോകും. കൃഷ്ണ ഹരേ ജയ, കൃഷ്ണ ഹരേ ജയ എന്നൊരാൾ പറഞ്ഞാൽ അപ്പോൾ വേറൊരാൾ ഇങ്ങനെ പറയും. അങ്ങനെ കീർത്തനം ചെയ്യാൻ തോന്നും. ഇങ്ങനെ കീർത്തിച്ചു കഴിഞ്ഞാലോ പിന്നെ ആ കീർത്തനത്തിലുള്ള ആ തത്വങ്ങളെ അല്ലെങ്കിൽ ആ ഭഗവാന്റെ ലീലകളെയോ കഥകളെയോ അല്ലെങ്കിൽ ആ രൂപങ്ങളെയോ ഒക്കെ അങ്ങനെ സ്മരിക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ സ്മരണം പിന്നെയോ ആ സ്മരണത്തിലേക്കും കടന്നു കഴിഞ്ഞാലോ പിന്നെ പാദസേവനം, പാദശുശ്രൂഷ ചെയ്യുക, ഭഗവത് പാദ ശുശ്രൂഷ ചെയ്യുക. എന്താ ഭഗവത് പാദ ശുശ്രൂഷ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭഗവാനെ പോയിട്ട് പൂവിട്ട് പൂജിക്കുക എന്ന് മാത്രമല്ല അർത്ഥം. ഭഗവാൻ എന്ന് പറഞ്ഞൊരാള് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നവനാണ്, എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്നവനാണ് ഭഗവാൻ. ഒന്നിലും ഇല്ലാത്തില്ല, ഭഗവാൻ ഇല്ലാത്ത ഒരു സ്ഥലം പോലും ഇല്ല എന്നാണ് പറയുന്നത്. ശൂന്യത എന്ന് പറഞ്ഞാൽ ഒന്നും ഇല്ല, ഭഗവാൻ സർവ്വവ്യാപിയാണ്. അപ്പം എന്താണ് സേവനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭഗവത് ഭക്തന്മാരാണെന്ന് കരുതി എല്ലാവരെയും സേവിക്കാനുള്ള മനസ്ഥിതി, അതാണ് പാദസേവനം. പിന്നെ അർച്ചനം, അർച്ചിക്കുക, ഭഗവാനെ അർച്ചിക്കുക എന്നർത്ഥം. ഭഗവാനെ അർച്ചിക്കുന്നത് എന്തർത്ഥം? മാനവസേവ, മാധവസേവ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഷ്ടപ്പെടുന്ന ആൾക്കാരെ, വേദനിക്കുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ അറിവില്ലാത്ത ആൾക്കാരെ, ഇവരൊക്കെ നമുക്ക് അറിയുന്നത് പോലെ ആ ഭഗവത് തത്വത്തിലേക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവരാനുള്ള ചിന്താഗതി ഉണ്ടാവണം എന്നർത്ഥം. പിന്നെ വന്ദനം. അന്ന് ഈ വൃക്ഷലതാദികളതാ വേദവ്യാസ ഋഷി തൻ്റെ മകനെ വിളിച്ചപ്പോൾ വൃക്ഷലതാദികളാണ് വിളി കേട്ടത് നമ്മൾ കേട്ടിട്ടുണ്ട്. തരവോഭിനേതു എന്ന് പറഞ്ഞു. അതുപോലെ സർവചരാചരങ്ങളിലും ഭഗവാനുണ്ടെന്ന് കരുതി എല്ലാറ്റിനെയും വണങ്ങാൻ നമുക്ക് തോന്നണം. ഭഗവാന്റെ ഫോട്ടോയിൽ പോയി വണങ്ങുക എന്ന് മാത്രമല്ല അർത്ഥം, ഫോട്ടോയിലോ വിഗ്രഹത്തിലോ അല്ല ഭഗവാനുള്ളത് എന്നർത്ഥം. അപ്പോൾ ആ ഭഗവാനെ എല്ലാ ജീവജാലങ്ങളിലും ഉണ്ട് എന്ന് കണ്ടു വണങ്ങണമെങ്കിൽ ആത്മതത്വം നമ്മുടെ ഉള്ളിലുണ്ടാവണം. ഭഗവാൻ വേറെ എവിടെയും പോകുന്നില്ല, നമ്മുടെ മനസ്സിലുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞാലേ മറ്റൊരാളുടെ മനസ്സിലുള്ള ഭഗവാനെ നമുക്ക് അറിയാൻ സാധിക്കുള്ളൂ. അങ്ങനെ എല്ലാ ജീവജാലങ്ങളും ഭഗവാനുണ്ട് എന്ന് കണ്ടു വണങ്ങാൻ കഴിയണം. അതാണ് വന്ദനം. പിന്നെ ദാസ്യം, ദാസ്യവേല, ഭഗവാന്റെ ദാസനാണ്. ഭഗവാൻ തന്നെ ഭക്തദാസനാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അംബരീഷന്റെ കഥയിൽ ഞാൻ ഭക്തദാസനാന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ മറ്റുള്ളവരെ ദാസനെ പോലെ ഭഗവാനെ പോലെ കരുതി ദാസ്യഭാവത്തിൽ പെരുമാറാൻ കഴിയണം. ഇങ്ങനെ ഭക്തിയുടെ 9 പടികൾ കടക്കാൻ സജ്ജനങ്ങളെ കൊണ്ട്, സജ്ജന സംസം കൊണ്ട് സാധിക്കുന്നു. അതാണ് നാരായണീയത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഭക്തേരുൽപത്തി വൃദ്ധി തവ ചരണജുഷാം സംഗമേനൈവ പുംസാമാസാദ്യേ പുണ്യഭാജാം ശ്രീയൈവ ജഗതി ശ്രീമതാം സംഗമേന. ശ്രീമത്തായിരിക്കുന്ന എന്നുവെച്ചാൽ ശ്രീമാന്മാരായിരിക്കുന്ന സജ്ജനങ്ങളുടെ സംസർഗം കൊണ്ടാണ് ഓരോരുത്തർക്കും ഭക്തേഹേ ഉൽപ്പത്തി, ഭക്തി ഉണ്ടാവും. പിന്നെ വൃദ്ധി, അതിങ്ങനെ വളർന്നു വളർന്നു വരും എന്നർത്ഥം. കാണാഞ്ഞാൽ കാണുവാനാശ, കണ്ടാലോ വിരസഭീതിയും എന്ന് തോന്നും നമുക്കുള്ളിൽ. കാണാഞ്ഞാൽ ഭഗവാനെ കാണണം 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 എന്നുള്ളൊരാശയാണ്. കണ്ടു കഴിഞ്ഞാലോ ഈശ്വര ഇനി എനിക്ക് എന്നും കാണണം എന്നും കാണണം, എന്നെ വിട്ടുപോവല്ലേ വിട്ടുപോവല്ലേ എന്നുള്ള മോഹം ഉണ്ടാവും എന്നർത്ഥം. ഇത് സജ്ജന സംസർഗം കൊണ്ടാണ് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നർത്ഥം. അപ്പം എന്താണ് ഈ സജ്ജനങ്ങളുടെ പ്രത്യേകത? അപ്പം ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഭക്തി എന്താണെന്ന് അറിയണ്ടേ? എന്താണ് ഭക്തി? വെറുതെ നാരായണ കൃഷ്ണ ഗോവിന്ദ എന്ന് ജപിക്കൽ മാത്രമല്ല, അത് ജപിക്കേണ്ടെന്നല്ല പറയുന്നത്. എന്ത് ചെയ്യണം? സമം സർവേഷു ഭൂതേഷു. ഭാഗവത്തിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് ഉത്തമനായിട്ടുള്ള ഭക്തൻ. എങ്ങനെയാണ്? ഭഗവത്ഗീതയിൽ പറഞ്ഞു, തുല്യനിന്ദാസ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതി ഭക്തിമാൻ മേ പ്രിയോ നരഹ. ഒരാൾ പ്രശംസിച്ചാലും ഒരാൾ നിന്ദിച്ചാലും ഒന്നും ഭേദമില്ല എന്നുള്ള തോന്നണം. അതേപോലെ മാനാപമാനയോസ്തുല്യ. മാനം എന്നാലും ഒരാൾ നമ്മളെ ഉയർത്തിക്കാണിച്ചാലും ഒരാൾ നമ്മളെ അപമാനിച്ചാലും, അതേപോലെ ജയമുണ്ടായാലും പരാജയമുണ്ടായാലും നഷ്ടമുണ്ടായാലും ലാഭമുണ്ടായാലും ഇതൊക്കെ ഭഗവാൻ തന്നെയാണ് ചെയ്യുന്നത് എന്ന് വിചാരിക്കാനുള്ള ആ സമബുദ്ധി ആർക്കുണ്ടോ അവനാണ് ഭാഗവതോത്തമൻ, യഥാർത്ഥ ഭക്തൻ. ഈ യഥാർത്ഥ ഭക്തനാവാൻ സജ്ജന സംസർഗമാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. അപ്പോൾ ഭാഗവത്തിൽ തന്നെ പറയേണ്ടത് എന്ത്? നഹ്യമ്മയാനി തീർത്ഥാനി ന ദേവാ മൃച്ഛിലാദയ തേ പുനന്ത്യുരുകാലേന ദർശനാദേവ സാധവ. അപ്മയാൻ, അപ്പ് എന്ന് വെച്ചാൽ ജലമാണ്. ജലാശയങ്ങൾ, സരസ്, പൊയ്ക, തടാകം ഒക്കെ വെള്ളമാണ്. നദി ഒക്കെ വെള്ളമാണ്. അപ്പം നദികൾ, അപ്പോൾ ഗംഗാ സ്നാനം വളരെ പുണ്യമാണെന്ന് പറയണു. ഭാരതപ്പുഴയിൽ വിളിച്ച ബലിയിട്ടാൽ നല്ലതാന്ന് പറയണു. ഈ നദികൾ എന്ന് പറയുന്നതും
പുഴ എന്ന് പറയുന്നത്, ജലാശയം എന്ന് പറയുന്നതൊക്കെ വെള്ളമാണ് എങ്കിലും അത് തീർത്ഥമായിട്ടാണ് ഓരോരുത്തരും കരുതുന്നത്. എന്നാൽ പറയണു ഈ ഭാഗവത്തിൽ അതൊന്നും തീർത്ഥങ്ങളല്ല എന്ന്. അതേപോലെ ദേവ അമൃത് ശിലാദേഹ, അമൃത് മണ്ണ് കൊണ്ട് ഭഗവാന്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറുണ്ട്, പാറ കൊണ്ട് ഉണ്ടാക്കാറുണ്ട്, കല്ലുകൊണ്ട് ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇതൊന്നും ഈ മണ്ണുകൊണ്ടോ കല്ലുകൊണ്ടോ പാറ കൊണ്ടോ ഉണ്ടാക്കുന്ന വിഗ്രഹങ്ങൾ ഭഗവാനല്ല, ദൈവമല്ല, അതൊന്നുമല്ല യഥാർത്ഥത്തിൽ ഭഗവാൻ. എന്ന് വെച്ച് ക്ഷേത്രത്തിൽ പോകണ്ട, ഭഗവാനെ തൊഴണ്ട എന്നൊന്നും അതിലർത്ഥമില്ല. പക്ഷെ അതാണ് ഭഗവാൻ എന്ന് വിചാരിച്ചിരിക്കരുത് എന്ന് മാത്രം. അപ്പം അതെന്താ പറയാൻ കാരണം? തേ പുനന്ത്യുരു കാലേന, അവരെ പരിശുദ്ധരാക്കണമെങ്കിൽ കുറേ കാലം കഴിയും എന്നർത്ഥം. ദേവാലയത്തിൽ പോയി ദിവസം പ്രാർത്ഥിച്ചു, ഒരു ദിവസം പ്രാർത്ഥിച്ചു, 2 ദിവസം പ്രാർത്ഥിച്ചു, ഫലമില്ലാച്ചാൽ ചിലപ്പോൾ പോവാണ്ടേ ആവും. അതേപോലെ തീർത്ഥകുളത്തിൽ കുളിച്ചാൽ, കാശിയിൽ പോയി കുളിച്ചാൽ പുണ്യം പാപമൊക്കെ തീരും എന്നാണ് പറയുക. അപ്പോൾ കാശിയിൽ പോയി കുളിച്ചാൽ പിന്നെ നമ്മൾ പാപികളല്ലല്ലോ, അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. പിന്നെയും ഇങ്ങനെ വീണ്ടും പോകണം, ഒരു പ്രാവശ്യം പോയി പിന്നെയും പോകണം. അപ്പോൾ തേ പുനന്തി ഒരു കാലേന, പല പല കാലങ്ങൾ കൊണ്ടാണ് നമ്മളെ പരിശുദ്ധരാക്കുക. എന്നാൽ സജ്ജനങ്ങളാകട്ടെ ദർശനാദേവ, സജ്ജനങ്ങളെ കണ്ടാൽ മതി എന്നാണ്, പാപം തീരും നാം. ദർശനാദേവ സാധവ, ആ സജ്ജനങ്ങൾ ദർശിച്ചാൽ തന്നെ ആ സകല എന്താ പറയുക പരിശുദ്ധതയും ലഭിക്കും എന്നാണ് പറഞ്ഞത്. ഇനിയോ വേഗ ചൂടാമണിയിൽ ഒരു ശ്ലോകമുണ്ട് സജ്ജനങ്ങളെ കുറിച്ച്. ശാന്താമഹാന്തോ വികസന്തി സന്ത വസന്തവദ ലോകഹിതം ചരന്ത തീർണാ സ്വയം ഭീമമഭാർണവം ജനാൻ. എന്തു ചെയ്യുന്നു ആ സജ്ജനങ്ങള്? മഹാമനസ്കരാണ്. അവര് എപ്പോഴും തത്വങ്ങളൊക്കെ അറിഞ്ഞ് മറ്റുള്ളവരുടെ ഹിതം, തനിക്ക് പ്രയോജനമൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരുടെ വേണ്ടിയിട്ട് എന്തും ചെയ്യാൻ താല്പര്യമുള്ളവരാണ്. മാത്രമല്ല ഭവാർണവം, ഭീമമാണ് ഈ ഭവാർണവം. ഈ സംസാര സമുദ്രത്തിൽ നക്രങ്ങളുണ്ട്, സ്വർണ്ണമുണ്ട്, വില പിടിച്ച മുത്തുകളൊക്കെ ഉണ്ട് സമുദ്രത്തിൽ. അതേസമയം ഘോര മത്സ്യങ്ങളുണ്ട്, ജന്തുക്കളുണ്ട്. അപ്പോൾ ആ സമുദ്രം അതുപോലെയാണ് ഈ സംസാര സമുദ്രം. ഘോരമായിട്ടുള്ള പല പല ദുഷ്ടന്മാരുണ്ട്, സജ്ജനങ്ങളുണ്ട്. ഈ ഘോരമായിരിക്കുന്ന ഭവാർണവത്തെ സ്വയം തീർണാഹ, സ്വയം തരണം ചെയ്തവരാണ്. പിന്നെയോ അവർക്ക് ആ മറ്റുള്ളവരെ കൂടി മറ്റുള്ള ജനങ്ങളെ കൂടി പരിശുദ്ധരാക്കാൻ കഴിവുള്ളവരാണ് സജ്ജനങ്ങൾ എന്നാണ് സജ്ജനങ്ങളുടെ പ്രത്യേകത. ശാന്താമഹാന്തോ നിവസന്തി സന്ത. പിന്നെന്താ ഒരു പ്രത്യേകത? വസന്തവത് ലോകഹിതം ചരന്ത. വസന്തകാലത്ത് എന്താ ഈ പ്രപഞ്ചത്തിലെ എല്ലാ വൃക്ഷങ്ങളും പുഷ്പിച്ച് സുഗന്ധം പരത്തി എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ സജ്ജനങ്ങൾ അങ്ങനെയാണ് എന്നർത്ഥം. ഈ സജ്ജനങ്ങൾ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നാൽ ആ സജ്ജനങ്ങളെ കാണാനും അവരുടെ അടുത്തേക്ക് ചെല്ലാനും അതൊരു ഈ സുഗന്ധം ഉണ്ടാക്കുന്ന പോലെയാണ്, ഈ വൃക്ഷങ്ങൾ സുഗന്ധം ഉണ്ടാക്കുന്ന പോലെയാണ് ഈ സജ്ജനങ്ങൾ എന്ന് പറയണം. അപ്പം അവര് ആവശ്യപ്പെടാതെ തന്നെ നടത്തും. അവർക്കൊരു പ്രയോജനം ഇല്ലെങ്കിൽ തന്നെ അവരെന്ത് ചെയ്യുന്നു? മറ്റുള്ളവരെ കൂടി പരിശുദ്ധരാക്കി തീർന്നു. ഇതാണ് സജ്ജനങ്ങളുടെ പ്രത്യേകത എന്നർത്ഥം. ഭാഗവത്തിൽ ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം. ഈ ഒന്നിനോടും വൈരമില്ലാതെ ശാന്തനായിട്ട് മഹത്തുക്കളായിട്ട് സഞ്ചരിക്കുന്ന ആൾക്കാരുടെ അനുവ്രജാമ്യഹം, അങ്ങനെയുള്ള ആളുടെ പിന്നാലെ ഞാൻ ഇങ്ങനെ പോകുന്നു. എന്താ കാരണം? ൂയേത്യഘ്രിരേണുഭിഹി, അവരുടെ പാദപാംസുകളെ കൊണ്ട് ഞാൻ പവിത്രനാകുന്നു കരുതിയിട്ട് ഞാൻ പോകുന്നു, പിന്നാലെ നടക്കുന്ന ഭഗവാൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ സജ്ജനങ്ങൾക്ക് അത്ര മഹത്വമുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ വ്യാസനാരദ സംവാദത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട തത്വം എങ്ങനെയാ, ഒരച്ഛൻ എങ്ങനെയാവണം, ഒരമ്മ എങ്ങനെയാവണം, ഒരു സഹോദരൻ എങ്ങനെയാവണം, അല്ലെങ്കിൽ ബന്ധു എങ്ങനെയാവണം, ഗുരു എങ്ങനെയാവണം എന്ന് മനസ്സിലാക്കണോ. പിന്നൊന്ന് സജ്ജന സംസർഗത്തിൻ്റെ മഹത്വം, ഈ സജ്ജന സംസർഗത്തിൽ ഉണ്ടാകേണ്ട ഭക്തി. ഈ ഭക്തി എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള നിഷ്കാമമായ പ്രേമം, നിഷ്കാമമായ സ്നേഹമാണ് ഭഗവാനോടുള്ള ഉണ്ടാകേണ്ടത്. നമുക്കൊന്നും ആവശ്യം വേണ്ട, ഭഗവാനോടൊന്നും ആവശ്യപ്പെടരുത് എന്നർത്ഥം. എല്ലാം തരാൻ കഴിവുള്ളവനാണ് ഭഗവാൻ. ഇഷ്ടം പോലെ തരാൻ ഭഗവാന്റെ കയ്യിലുണ്ട്. ആ കാരുണ്യ സിന്ധു, കരുണാസാഗരനാണ് ഭഗവാൻ. എല്ലാം കഴിവുള്ള ഭഗവാനോട് നമ്മളൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. ആവശ്യപ്പെട്ടാൽ ആവശ്യപ്പെട്ടത് മാത്രമേ തരുള്ളൂ. അങ്ങനെയാണല്ലോ യജമാനൻ. ഇപ്പോൾ ഒരു വീട്ടിൽ പണിയെടുക്കാൻ ഒരാളെ വിളിച്ചു എന്ന് വിചാരിക്കാം. ആള് എന്താ പണിയൊക്കെ കണ്ടപ്പോൾ സന്തോഷമായിട്ട് യജമാനൻ വിചാരിച്ചു ഇയാൾക്ക് നല്ല കൂലി കൊടുക്കാൻ, നന്നായി പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അയാളെ വിളിച്ചു, ചോദിച്ചു എന്താ കൂലി വേണ്ടത്? ഇന്ന് 100 രൂപ മതിയെന്നു. അപ്പോൾ ഇദ്ദേഹം പണിയെടുത്ത് 150 രൂപ കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 100 രൂപയെ കുറഞ്ഞത്.
അപ്പം എന്താണ്, ഭഗവാനോട് നമ്മളൊന്നും ആവശ്യപ്പെടേണ്ട കാര്യമില്ല എന്നർത്ഥം. എല്ലാം അറിയാൻ കഴിവുള്ളവനാണ് യഥാർത്ഥത്തിൽ ഭഗവാൻ. അതുകൊണ്ട് ഭഗവാനോട് ഒന്നും ആവശ്യപ്പെടാതിരിക്കണം, സജ്ജന സംസർഗത്തിന് വേണ്ടി നാം പരിശ്രമിക്കണം എന്നാണ് വ്യാസനാരദ സംവാദം മനസ്സിലായത്. ഇങ്ങനെയും പറഞ്ഞ് അതുകൊണ്ട് ഹേ വ്യാസ മഹർഷേ, അങ്ങ് ഭഗവത് യശസ്സിനെ വർദ്ധിപ്പിക്കുന്ന പുണ്യമായ കഥകളും ഭഗവത് ലീലകളും ഭഗവത് നാമങ്ങളും ഉച്ചത്തിൽ ഉച്ചലിച്ച് വർണ്ണിച്ചു പാടൂ എന്ന് പറഞ്ഞുകൊണ്ട് നാരദൻ ആശ്രമത്തിൽ നിന്ന് യാത്രയായി. യാദൃച്ഛികോ മുനി വീണ വായിച്ചുകൊണ്ട് യാദൃച്ഛികനായിട്ടാണ്. എപ്പോഴാ വരിക എപ്പോഴാ പോവുക നാരദെന്ന് പറയാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ആ മഹർഷി ആ ആശ്രമത്തിൽ നിന്ന് തിരിച്ചു പോയി എന്നാണ് ഈ വ്യാസനാരദ സംവാദത്തിൽ അടങ്ങിയിരിക്കുന്ന തത്വം. ഈ തത്വപ്രവചനത്തിന് എനിക്ക് കഴിവില്ല. ഞാൻ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ അബദ്ധങ്ങൾ ധാരാളം പെട്ടിട്ടുണ്ടാവാം. ഈ അബദ്ധങ്ങളൊക്കെ സജ്ജനങ്ങൾ, ഞാനൊരു ശിശുവാണ് ജ്ഞാനത്തിൽ, അതുകൊണ്ട് ശിശുവായ എൻ്റെ അബദ്ധങ്ങളായിട്ട് കരുതി എല്ലാ സജ്ജനങ്ങളും ക്ഷമിക്കണം. പിന്നെ ഈ വ്യാസനാരദ സംവാദത്തെക്കുറിച്ച് പ്രഭാഷണം നടത്തണം, തത്വപ്രവചനം നടത്തണമൊക്കെ എന്നോട് അന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാതൊരു ഭീതി ഉണ്ടായിരുന്നു, ഒരു വിഷമമുണ്ടായിരുന്നു, പരിഭ്രമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിന് ഒരു വഴി കണ്ടത് നേരത്തെ പറഞ്ഞ പോലെ ശാന്താമഹാന്തോ വിസന്തി സന്ത വസന്തപദലോകഹിതം ചരന്തഃ തീർണ സ്വയം ഭീമഭവാർണവം ജനാൻ അഹേതുന അന്യാനപി താരയന്തഃ എന്ന് പറഞ്ഞ ആ ശ്ലോകം എൻ്റെ മനസ്സിൽ ഓർമ്മയുണ്ടായിരുന്നു. അങ്ങനെയുള്ള സജ്ജനമായിരിക്കുന്ന ആ സന്യാസി ശ്രേഷ്ഠനായിരിക്കുന്ന ഈ നൈമിഷാരണ്യ ക്ഷേത്രത്തിൻ്റെ ഈ സത്രത്തിൻ്റെയൊക്കെയും നേതാവായിരിക്കുന്ന അതിൻ്റെയൊക്കെ ആചാര്യനായിരിക്കുന്ന ശ്രീ ബഹുമാൻ തീർത്ഥ പാദർജിയെ ഞാൻ പോയി കണ്ട് നമസ്കരിച്ചു. അദ്ദേഹത്തെ ഒന്ന് കണ്ടേയുള്ളൂ. ദർശനാദേവ സാധവ എന്ന് പറഞ്ഞല്ലോ, അദ്ദേഹം എന്നെ ഒന്ന് നോക്കിയുള്ളൂ. ആ നോട്ടത്തിൽ നിന്ന് തന്നെ എനിക്ക് എന്തോ ഒരു ശക്തി, അത് പറയാം എന്നൊരു മനസ്സിലൊരു ധൈര്യം. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ കൈ എൻ്റെ ശിരസിലൊന്ന് വെച്ചതോട് കൂടിയിട്ട് ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചതായിട്ട് തോന്നി എനിക്ക്. അതാണ് സജ്ജനങ്ങളുടെ പ്രത്യേകത എന്ന്. ഈ സജ്ജന സന്ദർഭത്തിൻ്റെ പ്രത്യേകത പറയാനാണ് ഞാനത് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഒരു ദർശനം, അദ്ദേഹത്തിൻ്റെ ഒരു സ്പർശനം, അദ്ദേഹം പിന്നെ പറഞ്ഞ വാക്കുകൾ, ഇത് മൂന്നും. അപ്പം ഇതാണ് ഈ സജ്ജനങ്ങളുടെ പ്രത്യേകത. അതാണ് എന്താ, മനസി വചസി കായേ പുണ്യപീയൂഷപൂർണാഃ ത്രിഭുവനമുപകാരശ്രേണിഭിപ്രീണയന്തഃ പരഗുണ പരമാണൂൻ പർവ്വതീകൃത്യ നിത്യം നിജഹൃദി വികസന്തി സന്ത. മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും പുണ്യമാകുന്ന പീയൂഷം, അമൃത് നിറച്ചവരാണ് എന്നർത്ഥം. ഈ അമൃത് സാധാരണ കണ്ടിട്ടില്ല, കേട്ടിട്ടേ ഉള്ളൂ. പക്ഷേ ആ അമൃതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ഉള്ളിൽ പ്രവേശിച്ച കുളിർമയും ആനന്ദവും എല്ലാം നിർവചിക്കാനാവാത്ത നിവൃത്തി തരുന്ന വസ്തുവാണ് പീയൂഷം എന്ന്, അമൃത് എന്ന് പറയുന്നത്. അപ്പം ആ അമൃത് മനസ്സിലും വാക്കിലും പ്രവൃത്തിയിലും നിറച്ചാണ് സജ്ജനങ്ങൾ എന്നർത്ഥം. മാത്രോ ത്രിഭുവനം ഉപകാര ശ്രേണിഭിപ്രീണയന്തഃ, മൂന്ന് ലോകത്തെയും ഉപകാര ശതങ്ങളെ കൊണ്ട് സന്തോഷിപ്പിക്കുന്നവരാണ് സജ്ജനങ്ങൾ. മാത്രമല്ല പരഗുണ പരമാണൂൻ, മറ്റുള്ള ആൾക്കാരുടെ ഈ പരമാണു വളരെ ചെറിയ ഗുണത്തെ പോലും പർവ്വതീകൃത്യ, പർവ്വതം പോലെ പെരുപ്പിച്ച് കാണിച്ച് മനസ്സിൽ സൂക്ഷിക്കുന്നവരാണ് അതുകൊണ്ടുള്ള ആ സജ്ജന സംസർഗമാണ് നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത്. സഹസ്രനാമത്തിലെ അവസാനം ഭഗവാൻ പറയുന്നുണ്ടല്ലോ, ശ്രീ ഭഗവാനുവാച അനന്യാശ്ചിന്തയന്തോ മാം യേ ജനാ പര്യുപാസതേ തേഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം. അപ്പോൾ അനന്യാശ്ചിന്തയന്തഃ, മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതെ, എന്നുവെച്ചാൽ വീട്ടുജോലി ചെയ്യാണ്ട് ഒന്നും ചെയ്യാതെ ഒന്നും അർത്ഥമില്ല. എന്തു ചെയ്യുമ്പോഴും മത് കർമ്മഗത് മത് പരമ മത് ഭക്ത സംഘവർജിത എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം ചെയ്യുന്നതൊക്കെ, ഊണ് കഴിക്കുന്നതും വീട് കയറ്റുന്നതും എല്ലാം ഭഗവാനായിട്ട് സമർപ്പിച്ച് ചെയ്യാനുള്ള അതുണ്ടാവണം. അങ്ങനെയുള്ള ഒരാളെ, അതാണ് ഭഗവാൻ പറയണത്, ഞാൻ തന്നെ യോഗക്ഷേമം വഹാമ്യഹം, അവൻ്റെ യോഗക്ഷേമങ്ങൾ ഞാൻ തന്നെ വഹിക്കുമെന്ന് ഭഗവാൻ തന്നെ നമ്മളോട് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള ആ ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. എല്ലാം ഭഗവാനിൽ സമർപ്പിക്കുന്നു. എൻ്റെ എന്തെങ്കിലും അബദ്ധങ്ങളുള്ളതൊക്കെ നിങ്ങൾ സജ്ജനങ്ങൾ പൊറുക്കണമെന്നും, എന്തെങ്കിലും അതിൻ്റെ നല്ലത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഭഗവാന്റെയും ഗുരുനാഥന്മാരെയൊക്കെ അനുഗ്രഹം കൊണ്ടാണെന്ന് വിചാരിച്ച്
സജ്ജനങ്ങളുടെ തൃപ്പാദങ്ങൾ നമസ്കരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ആത്മാത്വം ഗിരിജാമതിസഹചരാ പ്രാണാ ശരീരം ഗൃഹം പൂജാ തേ വിഷയോപഭോഗരചന നിദ്രാ സമാധിസ്ഥിതി സഞ്ചാരപദയോ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാ ഗിരോ യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. സത്യം ജ്ഞാനമനന്തം നിത്യമനാകാശം പരമാകാശം ഗോഷ്ഠപ്രാങ്കണരിങ്കണലോലം അനായാസം പരമായാസം മായാകൽപ്പിതനാനാകാരമനാകാരം ഭുവനാകാരം ക്ഷ്മാമാനാഥമനാദം പ്രണമത ഗോവിന്ദം പരമാനന്ദം ക്ഷ്മാമാനാഥമനാഥം പ്രണമത ഗോവിന്ദം പരമാനന്ദം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേത് തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹാപ്രഭോ.